ഇൻസ്റ്റഗ്രാമിൽ സെലിബ്രിറ്റികൾ പറയുന്നത് കേൾക്കുകയും നടീനടന്മാർ പറയുന്നത് കേൾക്കുകയും ഫ്രണ്ട്സ് പറയുന്നത് പിയർ ഗ്രൂപ്പ് പറയുന്നതും കേട്ടിട്ട് ആ ഒരു സമ്മർദ്ദത്താലല്ലേ അവൾ ലിപ്സ്റ്റിക് ഇടുന്നത്? അല്ലാതെ അവളുടെ ചോയ്സിലിടുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പിയർ ഗ്രൂപ്പിൽ നിന്നും ഔട്ടായി പോകുമോ എന്ന പിയർ ഗ്രൂപ്പ് പ്രഷർ കാരണമല്ലേ അവൾ ലിപ്സ്റ്റിക് ഇടുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലേ, ഇങ്ങനെയൊക്കെ പ്ലക്ക് ചെയ്താലേ, ഇങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽ വെച്ചാലേ ബ്യൂട്ടിഫുൾ ആവുള്ളൂ എന്ന് പ്രമുഖ നടിയോ അവൾ ആരെയാണോ അഡ്മയർ ചെയ്യുന്നത് ആ സെലിബ്രിറ്റിയോ പറഞ്ഞത് കൊണ്ട് നിർബന്ധിതാവസ്ഥയിലല്ലേ അവൾ ഇടുന്നത്? അത് അവളുടെ ചോയ്സാണോ? ഇസ്ലാമിൽ ഏതായാലും ചോയ്സ് ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പണം എന്നാണ് നമ്മൾ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ പർദ്ദ ഇടുന്നവരൊക്കെ അടിമകൾ, ലിപ്സ്റ്റിക് ഇടുന്നവരൊക്കെ ചോയ്സിൻ്റെ ഫ്രീഡം കിട്ടിയ ആളുകൾ എന്നുള്ളത് തെറ്റായ ഒരു നോഷനാണ്. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Warm welcome and wishes to the respected dignitaries on the dais and immersed audience present. Today, on the final day of our Zaytun Literature Fest 2K24, the anchoring is led by Aisha Misbah of H1. Defending one's beliefs in the face of critical inquiries can be challenging, especially when logic and reasoning are brought into conversation. Today, we are fortunate to have Rashid Hudavi Elangulam here to address on the subject challenges confronted by a believer, logical defense against the critical inquiries. Please join me in welcoming this man of honor. Rashid Hudavi Elangulam, Faculty of Darul Huda University, HOD of Study of Religions. He raises his voice against liberalism and LGBTQ. He is widely accepted in the field of social media. Furthermore, he has the ability to simplify topics in an easy manner. So, without further ado, join me giving warm welcome to Rashid Hudavi Elangulam. This session will be moderated by the head girl of our esteemed institution, Khadija Ashraf. Once again, heartily welcome to one and all present here. Assalamu alaikum. ഫസ്റ്റ് ഓഫ് ഓൾ, മുസ്ഫർ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഈ സെഷൻ വളരെ ഇമ്പോർട്ടൻറ്റും സീരിയസും ആയിട്ട് എടുക്കാൻ പറ്റിയ സെഷനാണ്. കാരണം ദിസ് ഇസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മളെ കൂടെ ഇന്നുള്ളത് റഷീദ് ഉസ്താദാണ്. റഷീദ് ഉസ്താദ് കഴിഞ്ഞ കൊല്ലം ZLF വന്നിട്ടുണ്ട്. ഉസ്താദ് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, സൊസൈറ്റിയിലായിക്കോട്ടെ, യുക്തിവാദം, മതനിരാസം, ഇതിലൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ഉസ്താദിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഉസ്താദിൻ്റെ സെഷൻ നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഉസ്താദിൻ്റെ ആൻസേഴ്സൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഉസ്താദ് അവതരിപ്പിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ഒരു 6 ക്വസ്റ്റ്യൻസാണ് ഞാനായിട്ട് മോഡറേറ്റർ എന്ന നിലയിൽ ഉസ്താദിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുണ്ടാവും. ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ചറിയാൻ നമുക്ക് ടൈം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ സെഷൻ വന്നിട്ടുള്ളത് കോമൺ ക്വസ്റ്റ്യൻസ്, അൺനെസസറി ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ടു മുസ്ലിംസ്. നമ്മൾ പുറത്തു പോവുകയാണെങ്കിലും നമ്മളുടെ അടുത്ത് ആൾക്കാർ വന്ന് ഒരു മുസ്ലിമിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് നമ്മൾ കൊടുക്കേണ്ട ഉത്തരങ്ങൾ എന്താണ് എന്നാണ് ഉസ്താദ് ഇന്ന് നമ്മുടെ കൂടെ പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ സൈത്തൂൻ ഗേൾസ് ക്യാമ്പസ് നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഗേൾസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആണുങ്ങൾക്ക് ഇസ്ലാമിൽ ഒരു പോളിഗമി നേച്ചറുണ്ട്. ആണുങ്ങൾക്ക് 2ഉം 3ഉം കെട്ടാം എന്നുള്ളൊരിത്. പക്ഷേ നമ്മൾ പെൺകുട്ടികൾക്ക് ഒരാളെ കെട്ടാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊരു പുതിയാപ്പിള എന്നുള്ളൊരു രീതി, ആ ഒരു നേച്ചർ, അതെന്തുകൊണ്ട് ഇസ്ലാം അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ കാണുന്നു ഈ ഒരു പോളിഗമി സംഭവം? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ മുഖത്തൊരു കൊലച്ചിരി ഉണ്ടല്ലോ.
എന്താ പറയണെന്ന് നോക്കട്ടെ എന്നുള്ളത്. നല്ല റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഒരു ഡൗട്ടായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടോ? ഒരാൾ വരുന്നുണ്ട്, നല്ലൊരു ചോദ്യം ചോദിക്കണം, അങ്ങനെ ചോദിച്ചതാണോ എന്നെനിക്കറിയില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പ്രകൃതിയിൽ നിന്നും പ്രകൃതത്തിൽ നിന്നും വിഭിന്നമായ ഒരു സിസ്റ്റം അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിറ്റിങ് യുവർ വിൽ ടു ഗോഡ് എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക എന്നാണ് അർത്ഥം. കീഴ്പ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചം എല്ലാവരും മുസ്ലിമാണ്. പ്രപഞ്ചത്തിലെ എല്ലാവരും മുസ്ലിമാണ്. കല്ല്, മണ്ണ്, സൂര്യൻ, ചന്ദ്രൻ, മരങ്ങൾ, എല്ലാ ഒബ്ജക്റ്റും, സെലസ്റ്റിയൽ ബോഡീസ്. ഭൂമി കറങ്ങുന്നു, ചന്ദ്രൻ കറങ്ങുന്നു, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും. അതുപോലെ സൂര്യൻ സഞ്ചരിക്കുന്നു, നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നു, ഗാലക്സികൾ വികസിക്കുന്നു. അതൊക്കെ നമുക്കറിയാം. ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ സൂര്യൻ വിചാരിക്കുകയാണ്, ഞാൻ ഒരു 250 മൈല് ഭൂമിയുടെ അടുത്തേക്ക് പോയാലോ? സൂര്യൻ വിചാരിക്കുക, ഇറ്റ്സ് നോട്ട് പോസിബിൾ. സൂര്യൻ ഒന്നുകൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ഉരുകും അല്ലേ? സൂര്യൻ അകന്നു പോയാലോ? ഇവിടെ ആകെ തണുത്തുറഞ്ഞു പോകും. ഭൂമി സ്വയം കറങ്ങുന്നത് 1600 km/h സ്പീഡിലാണ് അല്ലേ? അപ്പോൾ ഭൂമി വിചാരിക്കുകയാണ്, ഞാൻ സ്പീഡൊന്ന് ഹാഫാക്കിയാലോ? അങ്ങനെ 800 km/h കറങ്ങിയാലോ? അപ്പം നമ്മുടെ ഒരു ദിവസം കുറയും അല്ലേ? 12 മണിക്കൂറായിട്ട് കുറയും നമ്മുടെ ഒരു ദിവസം. നേരെ ഓപ്പോസിറ്റ് സൂര്യൻ വിചാരിക്കുകയാണ്, അല്ല ഭൂമി വിചാരിക്കുകയാണ്, ഞാൻ ഒരു ഇതിൻ്റെ ഇരട്ടി സ്പീഡിൽ കറങ്ങിയാലോ? 3200. അപ്പം നമ്മളൊരു ദിവസം കൂടും. അപ്പം ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. തെങ്ങ് വിചാരിക്കുകയാണ്, അടുത്ത സീസണിൽ ചക്ക കായ്ച്ചാലോ? പ്ലാവ് വിചാരിക്കുകയാണ്, അടുത്ത സീസണിൽ തേങ്ങ കായ്ച്ചാലോ? അവർക്കൊന്നും അത് ചിന്തിക്കാനുള്ള ചോയ്സ് ഇല്ല. പക്ഷെ സെയ്ത്തൂനിലേക്ക് പരിപാടിക്ക് വിളിച്ചപ്പോൾ, സെയ്ത്തൂൻ എന്ന വൈബ്രൻ്റായ ക്യാമ്പസിലേക്ക് പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ, വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. വെദർ ഐ ഷുഡ് കം ഓർ നോട്ട് എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതാണ് മനുഷ്യൻ. ഈ ചോയ്സ് ഉള്ളത് മനുഷ്യനും ജിന്നുകൾക്കും മാത്രമാണ്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ നിങ്ങൾ ഖുറാനിൽ ഓതിയിട്ടുണ്ടാവും. ഇതാണ് പ്രകൃതിയും മനുഷ്യനുള്ള ബന്ധം. പ്രകൃതിയിൽ എല്ലാവരും മുസ്ലിങ്ങളാണ്. പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ നേച്ചുറൽ ലോ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതേസമയം ചില ആളുകൾക്ക് ആ ലോ തെറ്റിക്കാനുള്ള ചോയ്സ് നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് മനുഷ്യർ, രണ്ടാണ് ജിന്ന്. മലക്കുകൾക്കില്ല. മലക്കുകൾ പ്രോഗ്രാംഡാണ്. മലക്കുകൾ പ്രോഗ്രാംഡ് എന്ന് പറഞ്ഞതുപോലെ ഒരു എക്സാമ്പിൾ നൽകി പറഞ്ഞാണ്. എങ്ങനെയാണോ അവർ ട്യൂൺ ചെയ്യപ്പെട്ടത് അങ്ങനെ മാത്രമേ അവർ ആക്ട് ചെയ്യുള്ളൂ. അതൊക്കെ വിശദമായിട്ട് ഖുറാനിൽ പറയുന്നതാണ്. അപ്പം നമ്മളൊക്കെ ചോയ്സ് ഉള്ളവരാണ്. അപ്പം ഇവിടെ ഇരിക്കണോ വേണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ZLF നടത്തണോ വേണ്ടേ എന്നുള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സിന് തീരുമാനിക്കാം. ഞാൻ ഈ ടിഷ്യൂ പേപ്പർ എടുക്കണോ വേണ്ടതെന്ന് എനിക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പൂരി കഴിക്കണം, എത്ര പീസ് ബീഫ് എടുക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാം. അത് ഞാൻ അനുഭവിച്ചറിയുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ നേച്ചർ എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ എന്നാണ് അള്ളാഹു മനുഷ്യനെ വിളിച്ചത്. വൈസ്ജറൻറ്റ് ഓൺ എർത്ത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ. ഞാൻ ഭൂമിക്ക് മുകളിൽ ഒരു പ്രതിനിധിയെ നിയോഗിക്കുന്നു എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അങ്ങനെ ഒരു പാരമ്പര്യവും മനുഷ്യന് ഡിഫൈൻ ചെയ്തിട്ടില്ല. നോ ട്രഡീഷൻ, നോ റിലീജിയൻ. മനുഷ്യനെ അത്ര അന്തസ്സായിട്ടുള്ള ഡെഫിനിഷൻ ഒരു പാരമ്പര്യവും കൊടുത്തിട്ടില്ല. ആ മനുഷ്യരിൽ അള്ളാഹു ആ മനുഷ്യൻ്റെ ശാരീരികവും മാനസികമായ ചില പ്രകൃതം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നേച്ചർ നമ്മൾ പറയല്ലോ, ആ പ്രകൃതത്തിലുള്ളതാണ് അവർ റീപ്രൊഡക്ഷൻ
നടക്കണമെന്നുള്ളത്. റീപ്രൊഡക്റ്റീവാണ് മനുഷ്യർ. അപ്പോൾ പുരുഷന് റീപ്രൊഡക്ഷൻ്റെ സംവിധാനങ്ങൾ പുരുഷന് നൽകപ്പെട്ടു, സ്ത്രീക്കും നൽകപ്പെട്ടു. അവിടെ നമ്മളെ വിഷയം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉള്ളത്, പുരുഷന്മാർക്ക് കുറേ ഭാര്യമാരാവാമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കുറേ പുരുഷന്മാരും ആവണമല്ലോ എന്നാണ്. ആക്ച്വലി പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് കോയിൻ ചെയ്ത ആളെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം, ഓർമ്മ കിട്ടും. പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു കുഞ്ഞ് ജനിച്ച് വളരണമെന്നുണ്ടെങ്കിൽ ഫാദറും മദറും ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. ബയോളജിക്കൽ, സൈക്കോളജിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരിക ആർക്കാണ്? മദറിനാണ്. പ്രകൃതിയിൽ എവിടെ എങ്ങനെ ഗർഭധാരണം എന്നുള്ളത് മദറാണ് പ്രകൃതിയിൽ എവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷനിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അതുമൂലം മനുഷ്യരാശി, ഹ്യൂമൻ കൈൻഡ് നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു ലോ ആണല്ലോ. അപ്പോൾ മുമ്പ് യുക്തിവാദികളുടെ ഒരു മാസികയുണ്ട്, അതിൽ ഞാൻ വായിച്ചതാണ്, ഇസ്ലാം യുക്തിവാദികളുടെ മാസിക. മനുഷ്യൻ്റെ ഒരു പുരുഷൻ അവൻ്റെ പ്രജനനശേഷി ഉപയോഗിച്ച് എത്രയെല്ലാം സ്ത്രീകളിലേക്ക് അവന് പടരാൻ കഴിയുമോ അതെല്ലാം അവൻ്റെ സാധ്യതകളാണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുരുഷൻ എത്രത്തോളം സ്ത്രീകളെ സമീപിക്കുന്നു അത്രത്തോളം റീപ്രൊഡക്ഷൻ നടത്താൻ അവന് കഴിയുകയും അത്രത്തോളം പോപ്പുലേഷനിൽ വർധന ഉണ്ടാക്കാനും പിന്നെ അതിജീവനം, സർവൈവൽ നിലനിർത്താനും അവന് സാധിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, യുക്തിവാദികളുടെ മാസികയിൽ എഴുതിയിട്ടുള്ളത്. ആ ആളുകളാണ് നമ്മെ പഠിപ്പിച്ചത് കൺസെൻറ്റോടെയാണെങ്കിൽ ആരോടും സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച ആളുകളാണ്. അവരാണ് ഇപ്പോൾ ഈ ചോദ്യം കാര്യമായിട്ട് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു കോൺട്രാഡിക്ഷൻ. അപ്പോൾ പാരൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ കൊടുക്കാൻ കഴിയുക ആർക്കാണ്? പുരുഷനാണ് എന്ന് ഒരു തിയറി പറയുന്നത് കാണാം. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് ഒരു പാരൻ്റായിരിക്കാൻ ഉള്ളതിനേക്കാൾ സമയവും സഹനവും ആർക്കാവശ്യമാണ്? സ്ത്രീക്ക് ആവശ്യമാണ്. പ്രഗ്നൻസി വരും, ലാക്ടേഷൻ പീരീഡ് വരും, ജസ്റ്റേഷൻ ആൻഡ് ലാക്ടേഷൻ, അല്ലേ? ഓക്കെ. ആ പീരീഡൊക്കെ ഒരു സ്ത്രീ കടന്നു പോകണം. ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും കടന്നു പോകണ്ട, സെക്കൻഡുകളുടെ മാത്രം ഒരു പ്രോജക്റ്റാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നേച്ചർ, പ്രകൃതി അങ്ങനെയാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അത് ഏത് ജീവികളിലും അങ്ങനെയാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് വിഷയത്തിലേക്ക് വരാം. ഖുർആനിൽ പറയുന്നത് കാണാം, നിങ്ങൾക്ക് യത്തീമുകളോട് നീതി കാണിക്കില്ല എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ 2, 3, 4 വരെയൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചോളൂ എന്നൊരു പ്രയോഗം ഖുർആനിൽ കാണാം, സൂറത്തുൻ നിസായിൽ. അത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അവിടെ യുദ്ധം അന്ന് പ്രീ മോഡേൺ പീരീഡിൽ എപ്പോഴും യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരു ലെവലായിരുന്നു. അപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പുരുഷന്മാർ കൂടുതലും മരിച്ചു പോകും. പൊതുവേ പുരുഷന്മാർ കുറച്ച് അഗ്രസീവ് ആവും, സ്ത്രീകൾ കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആവും. അങ്ങനെയൊക്കെയാണല്ലോ അവർ തമ്മിലൊരു നേച്ചർ. അപ്പോൾ പുരുഷന്മാർ കുറേ യുദ്ധങ്ങളിൽ മരിച്ചു പോകുമ്പോൾ ഇവരുടെ ഒക്കെ വിധവമാർ അവിടെ ഉണ്ടാവും. മാത്രമല്ല കുറേ യത്തീമുകൾ ഉണ്ടാവും, കുറേ വാപ്പമാർ മരിച്ചു പോയിട്ട് കുട്ടികൾ കുറേ യത്തീമുകൾ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ അറബികൾ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതായത് ഇവരുടെ പണം, അതിപ്പോൾ ഒരു കുട്ടിയുടെ വാപ്പ മരിച്ചു പോയാൽ ആ ഉമ്മാനെ വിലക്കെടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങളിലൂടെയോ ആ സ്വത്ത് തട്ടിയെടുക്കാൻ അറബികൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് നിരോധിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ഇവരുടെ സ്വത്തൊന്നും നിങ്ങളിങ്ങനെ എടുക്കരുത്, പകരം നിങ്ങൾ അവരെ കല്യാണം കഴിച്ചാൽ മതി, എന്നാൽ അവരുടെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളുടെ തലയിൽ വരും. അപ്പോൾ അത് അവരുടെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അതാണ് എന്ന് ആ ഒരു കോണ്ടെക്സ്റ്റിലായിരുന്നു അത് പറഞ്ഞത്. ഈ പറഞ്ഞ ഇതേ ഖുർആൻ മറ്റൊരു ആയത്തിൽ പറയുന്നത് കാണാം, വലൗ ഹറസ്തും ബൈനൻ നിസാഇ വലൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും. നിങ്ങൾ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, 2, 3, 4 സ്ത്രീകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ
വലൻ താഴ്തിലു, നിങ്ങൾക്ക് നീതി ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. നീതിപൂർവ്വം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വലൗ ഹറസ്തും, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ശരി എന്ന് ആരാണ് പറയുന്നത്? പടച്ചോൻ പറയണത്, ഖുറാനിലാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഒരു വളരെ ഏറ്റവും അധികം റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനല്ല, ഇസ്ലാമിലൊരു അവിഭാജ്യ ഘടകമല്ല 3 4 കല്യാണം കഴിക്കുക എന്നുള്ളത്. ചില സോഷ്യൽ പൊതു നന്മകളുണ്ടാവും. ഇപ്പോൾ യുദ്ധങ്ങളിലൊക്കെ ഒരുപാട് പിന്നെ വിധവകൾ, യുദ്ധം കാരണമൊക്കെ ഒരുപാട് വിധവകൾ ഉണ്ടാവുമ്പോൾ ഈ പോളിഗമി എന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വിധവാ വിവാഹം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വിധവകളുണ്ട്, നിങ്ങൾക്കറിയോ? അതായത് ഒരാണിൻ്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ 3 4 കൊല്ലം കൊണ്ട് നാട്ടുകാർ കല്യാണം കഴിപ്പിക്കും. അയാളെ ഓക്കെ പറയും ചെയ്യും, നാട്ടുകാർ കല്യാണം കഴിപ്പിക്കും. പക്ഷെ ഒരു പെണ്ണിനോട് പോയി ചോദിക്കുമ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന് ആ വിധവ പറയും. പക്ഷേ 1 2 തവണയൊക്കെ നാട്ടുകാർ ചോദിക്കും, പിന്നെ നാട്ടുകാർ ചോദിക്കൂല. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം പിന്നീടും മുന്നോട്ട് പോകാൻ വേണ്ടി ഇവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. പക്ഷെ നാട്ടുകാർ ഇവൾ കല്യാണത്തിൽ സമ്മതിച്ചാൽ അവളുടെ ഒരു ധൃതി എന്ന രീതിയിൽ നാട്ടുകാർ സമീപിക്കും. ഇങ്ങനെയാണ് ഇപ്പം പൊതുവേ നമ്മൾ നാട്ടുകാരുടെ രീതി. വിഡോകളായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കല്യാണം കഴിച്ച് പോകില്ല, അവർ മക്കൾ മരുമക്കൾ എന്നൊക്കെ ഉള്ളൊരു സാക്രിഫൈസ് ലെവലിൽ പോകും. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാഞ്ചനമാല ഒരു നല്ല സിമ്പലല്ല, ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാഞ്ചനമാല കേട്ടിട്ടില്ലേ? ഇസ്ലാം പറയുന്നത് യു ഹാവ് ടു മൂവ് ഓൺ. ഭൂമിയിൽ താൽക്കാലികമായ ജീവിതമാണ് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളെ ഇഷ്ടക്കാരുടെ സ്വന്തക്കാരുടെ മരണം കൊണ്ടും വിശപ്പ് കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടൊക്കെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഖുറാനിൽ പറയുന്നത് കാണാം. അപ്പോൾ അത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ സഫറിങ് ഉണ്ടാവും, വേദന ഉണ്ടാവും, സഹനമുണ്ടാവും, സന്തോഷമുണ്ടാവും. ഇതെല്ലാം പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇസ്ലാം പറയുന്നത് ഒരാൾ വിധവയായി കഴിഞ്ഞാൽ ആ വിധവ പിന്നെ അനാഥയായിട്ട് തുടരരുത്, അവരുടെ പുനർവിവാഹം നടക്കണം. അപ്പോൾ അതിനുള്ള ചോയ്സായിട്ടും കൂടിയാണ് ഇസ്ലാം. ഇൻഡിവിജ്വൽ നന്മയേക്കാൾ ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? പബ്ലിക് നന്മക്കാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് അതിൻ്റെ ബാലൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്ത് വേണം? വിധവകൾ ആവശ്യമുള്ള സമയങ്ങളിൽ കല്യാണം കഴിക്കപ്പെടുകയൊക്കെ ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു അവിഭാജ്യ ഘടകമല്ല, ഒരു നെസസറി ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ പൊളിഗമി എന്നുള്ളത്. അത് ചില സാമൂഹ്യ സാഹചര്യങ്ങൾ മുൻനിർത്തിയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി സ്പെസിഫിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം ഇത് സംവിധാനിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഒരു തത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖങ്ങളൊക്കെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഒരു സാമൂഹിക നന്മയെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അല്ലാതെ സാമൂഹികത ഉണ്ടാക്കിയത് നമ്മുടെ സുഖങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായില്ല? നമ്മുടെ രസങ്ങളൊക്കെ അള്ളാഹു വെച്ചിട്ടുള്ളത്, നമ്മുടെ ആസ്വാദനങ്ങളൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്തിനാണ്? നമുക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം, നമ്മളുടെ ഭക്ഷണം, ഈ ഭക്ഷണം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്തിനാണ്? വായിൽ അള്ളാഹു രുചി വെച്ചിട്ടുള്ളത് എന്തിനാണ്? ഈ ഭക്ഷണം തിന്നാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭക്ഷണവും രുചിയില്ലാന്ന് വെക്കുക, തിന്നാൻ പോവോ? ഇല്ല. ഇപ്പോൾ പൊറോട്ട, പൂരി, ഇപ്പോൾ പലർക്കും ഇഷ്ടമുള്ള നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ സ്റ്റഫുകൾ ഉണ്ടാവും, തിന്നാൻ പറ്റുന്ന സാധനങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ചവച്ചരച്ച് ആസ്വദിച്ച് തിന്നു. കാരണം എന്താ? നല്ല റിസ്ക് എടുത്തിട്ട് തിന്നുന്നുണ്ട്, നമ്മൾ നല്ല എനർജി പ്രയോഗിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? രുചി ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭക്ഷണം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇത് ശരീരത്തിലേക്ക് പോവുകയും നമ്മുടെ ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രുചി എന്നുള്ള സാധനം അള്ളാഹു വെച്ചിട്ടുള്ളത്. അല്ലാതെ ശരീരത്തെ അള്ളാഹു വെച്ചിട്ടുള്ളത് രുചി ആസ്വദിക്കാനാണോ? അല്ല. രുചി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ശരീരം നന്നാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. എന്നതുപോലെ ലൈംഗികതയെ അള്ളാഹു വെച്ചിട്ടുള്ളത്, സെക്ഷുവൽ റിലേഷൻഷിപ്പിനെ അള്ളാഹു വെച്ചിട്ടുള്ളത് അതിനൊരു പർപ്പസ് ഉണ്ട്. അത് കുടുംബം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. സെക്ഷുവൽ റിലേഷൻഷിപ്പിനെ, അതുമായി ബന്ധപ്പെട്ട എൻജോയ്മെൻറ്റിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് കുടുംബം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫോക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്തല്ല? സെക്ഷുവൽ റിലേഷൻഷിപ്പിനോടുള്ള എൻജോയ്മെൻ്റ് അല്ല, മറിച്ച് ഫാമിലിയുടെ നിലനിൽപ്പാണ്. ഫാമിലിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സെക്ഷുവൽ റിലേഷൻഷിപ്പ് അള്ളാഹു വെച്ചിട്ടുള്ളത്, നേരെ തിരിച്ചല്ല.
അതുകൊണ്ട് ഫാമിലി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണ്? ഒരു സ്ത്രീക്ക് 4 ഭർത്താവോ 3 ഭർത്താവോ 2 ഭർത്താവോ ഇല്ലാതിരിക്കലാണ്. യു ഗോട്ട് ദ പോയിന്റ് എന്നാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ പറയുള്ളത്. പിന്നെ ഇസ്ലാമും എങ്ങനെയാണ് പറയുന്നത്? ഇതിനെ ഓപ്ഷൻ ആക്കിയിട്ടാണ് വെച്ചുള്ളത്. ആവശ്യമുള്ള സമയങ്ങളിലുള്ള ഓപ്ഷൻ, സാമൂഹിക നന്മ മുൻനിർത്തിയിട്ടുള്ള ഓപ്ഷൻ. മറിച്ച് എന്തല്ല, നിങ്ങൾ എത്രയും കെട്ടിക്കോളിയും എന്നല്ല. ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി അടുത്ത വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇസ്ലാമിൽ എന്ത് ക്രിമിനൽ ലോസ് നോക്കുകയാണെങ്കിലും ഭയങ്കര ഹാഷാണ്. ഇപ്പോൾ ഇസ്ലാമിൽ അള്ളാഹു റഹ്മാനുർ റഹീം, കരുണ അങ്ങേയറ്റം ഇസ്ലാം നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ ഈ വ്യഭിചരിച്ച ആളെ ഇസ്ലാം ഇറക്കിയ ലോ, അതായത് റൂള്, അവനെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. ഇപ്പം മോഷ്ടിക്കുകയാണെങ്കിൽ കൈ മുറിക്കുക, അങ്ങനെ എന്ത് ക്രിമിനൽ ലോസ് നമ്മൾ ഇസ്ലാമിൽ നോക്കുകയാണെങ്കിലും ഭയങ്കര ഹാഷാണ്. ഇവിടെ എവിടെയാണ് കരുണ? വണ്ടർഫുൾ ക്വസ്റ്റ്യനൊരു കൈയടി. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിൻ്റെ നിയമം നമ്മൾ കാണുന്നത് മോഡേൺ നാഷൻ സ്റ്റേറ്റിന് കീഴിൽ ജീവിക്കുമ്പോഴാണ് അല്ലേ? മോഡേൺ നാഷൻ സ്റ്റേറ്റ് രൂപീകൃതമായിട്ട് ഒരു 200-250 കൊല്ലമായിട്ടുള്ളൂ. 200-250 കൊല്ലമായിട്ടുള്ളൂ നാഷൻ സ്റ്റേറ്റ്. ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ രാജ്യത്തിന് കീഴിലാണല്ലോ ജീവിക്കുന്നത്. ഈ രാജ്യം നമ്മളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു? പല രീതിയിൽ നിയന്ത്രിക്കുന്നു. നമ്മുടെ ബയോമെട്രിക് ഡാറ്റ ആരുടെ കയ്യിലുണ്ട്? രാജ്യം ഭരിക്കുന്ന ആളുകളുടെ വിരൽത്തുമ്പിലുണ്ട് അല്ലേ? അത് പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. ഇതുപോലുള്ള സർവേലൻസ് ഇസ്ലാം വന്ന സമയത്ത് പ്രീ മോഡേൺ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പ്രീ മോഡേൺ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആധുനികത വരുന്നതിന് മുമ്പുള്ള സമൂഹങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് അന്നൊക്കെ ആളുകൾ ജീവിച്ചിരുന്നത്, പിന്നെ ഇന്നിപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ രാജ്യത്തിന് നമ്മളെ പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെവിടെ പോകുന്നു, നമ്മൾ ഏത് എയർപോർട്ടിൽ നമ്മുടെ പാസ്പോർട്ട് പൊങ്ങുന്നു, അതൊക്കെ രാജ്യത്തിന് പിടിക്കാൻ പറ്റും. ഇതുപോലുള്ള സർവേലൻസ്, ഇതുപോലുള്ള നിരീക്ഷണം, മോണിറ്ററിങ് പൂർവാധുനിക സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പൂർവാധുനിക സമൂഹങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ വ്യഭിചാരം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ ഖുർആൻ പറഞ്ഞത് വലാ തജസ്സസു എന്നുള്ള പ്രയോഗമുണ്ട്. നിങ്ങൾ ചുഴിഞ്ഞ അന്വേഷണം നടക്കരുത്. അപ്പോൾ ആരൊക്കെയാണ് വ്യഭിചരിക്കുന്നത് എന്ന് നോക്കാനുള്ളൊരു സംവിധാനം ഇസ്ലാമിക ഗവൺമെൻറ്റിൽ ഇല്ല. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അപ്പം നമ്മൾ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, ചില ആളുകൾ വിചാരിക്കുന്നത് അത് ഫാമിലി ഗ്രൂപ്പിലും പ്രസ്ഥാന ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് അത് ദീനി പ്രവർത്തനമാണെന്നാണ് വിചാരം അല്ലേ? ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, അല്ലെങ്കിൽ ഒരാളെ കഞ്ചാവ് കേസിൽ പിടികൂടി, നാട്ടിൽ നല്ല നിലക്ക് നടന്ന ചെക്കനാണ്, 2-3 മാസം കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. ഓ സുബ്ഹാനല്ലാഹ് എന്നിട്ട് എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. അത് ദീനി പ്രവർത്തനമാണെന്നാണ് ആരുടെ വിചാരം? നമ്മുടെ ആളുകളൊക്കെ വിചാരം. ആക്ച്വലി ദീൻ അതിനെതിരാണ്. അയാളെ സ്വകാര്യമായിട്ട് എന്തെല്ലാം നടപടി സ്വീകരിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ. തിന്മ നോർമലൈസ് ചെയ്യുക, തിന്മ പബ്ലിക്കാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ വ്യഭിചരിച്ചു, ആരെല്ലാം കട്ടു, ആരെല്ലാം കക്കുന്നു എന്നൊന്നും നോക്കാനുള്ള സംവിധാനം ഇസ്ലാമിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അകത്ത് ഇല്ല. സർവൈലൻസ് ഇല്ല. അപ്പോൾ പക്ഷേ ഇസ്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ധാർമ്മികമായി പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? കക്കരുത്, കട്ടാൽ നരകമുണ്ടാവും, വ്യഭിചരിച്ചാൽ നരകമുണ്ടാകും, അല്ലെങ്കിൽ സ്വർഗമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വൈകാരികമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ ഒരാൾ വ്യഭിചാരമോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ പിടികൂടാനുള്ള മാർഗം ഇസ്ലാമിക ഗവൺമെൻറ്റിൽ പിന്നെ തീരെ കുറവാണ്. ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇസ്ലാമിക ഗവൺമെൻറ്റിൽ തീരെ, ഇസ്ലാമിൻ്റെ എസെൻഷ്യലി അത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല. ഓരോ വ്യക്തിയെയും ചുഴിഞ്ഞന്വേഷിക്കുക എന്നുള്ളത്. പക്ഷെ മോഡേൺ നാഷണൽ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? എല്ലാവരെയും സർവേലൻസിന് വിധേയമാക്കുന്നു. ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ, നാളെ ഞാൻ വല്ല ഇൻ്റർവ്യൂവിനും പോയാൽ, അല്ലെങ്കിൽ നാളെ എന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പോലീസ് പിടിച്ചാൽ, എൻ്റെ ഏത് ഫേസ്ബുക്ക് പോസ്റ്റും പോലീസിന് അപ്പം പിടിക്കാൻ കഴിയും.
അല്ലേ? എൻ്റെ കംപ്ലീറ്റ് ട്രാക്ക് റെക്കോർഡ് പോലീസിന് കിട്ടാൻ കഴിയും. ഇതുപോലുള്ളൊരു പരിപാടി പ്രീ മോഡേൺ സമൂഹത്തിലില്ല. ഈ സമൂഹത്തിൽ ഇസ്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെയും ഫോക്കസ് ചെയ്യൂല, മോണിറ്റർ ചെയ്യൂല. മറിച്ച് അങ്ങനെ ഇരിക്കെ ആരെങ്കിലും വല്ല തെറ്റും ചെയ്താൽ ശിക്ഷ വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. അത് ശിക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് എന്തിനായിരുന്നു? ആളുകൾ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടായിരുന്നു. ചരിത്രത്തിൽ എത്രയാളെ എറിഞ്ഞു വന്നിട്ടുണ്ട്? വളരെ കുറവാണ്. ചരിത്രത്തിൽ എത്രയാളെ കൈവെട്ടിയിട്ടുണ്ട്? വളരെ കുറവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആരും വ്യഭിചരിച്ചിട്ടില്ലാന്നോ കട്ടിട്ടില്ലാന്നോ അല്ല അതിൻ്റെ അർത്ഥം. അതിനെ മോണിറ്റർ ചെയ്ത് പിടിക്കാനുള്ള സംവിധാനം ഇസ്ലാമിനകത്തില്ല. മറിച്ച് ഇസ്ലാം ചെയ്ത എന്താണെന്ന് വെച്ചാൽ ശിക്ഷ വളരെ ഭീകരമാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ധാർമ്മികമായിട്ട് ആത്മീയമായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നന്മ മാത്രം ചെയ്യണമെന്ന് അവരോട് പറയുകയും ചെയ്തു. അപ്പം ഈ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞല്ലേ, എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഈ എറിഞ്ഞു കൊല്ലൽ എപ്പോഴാണെന്ന് അറിയുങ്ങൾ? പട്ടാളക്കാരിങ്ങനെ രാത്രി ഇങ്ങനെ റോന്തു ചുറ്റും. ഇവിടെ ഇങ്ങനെ ആരെങ്കിലും വ്യഭിചരിക്കാൻ പോകുന്നുണ്ടോ, ആരെങ്കിലും കള്ള് കുടിക്കാൻ പോകുന്നുണ്ടോ, ഇങ്ങനെ നോക്കിയിട്ടല്ലായിരുന്നു ശിക്ഷ നടപ്പാക്കിയിരുന്നത്. ഇത് കോടതിയിൽ പരാതിയായിട്ട് വരികയും ഇത് കോടതിയിൽ പ്രശ്നമായിട്ട് വരികയും 4 ആൾ സാക്ഷി നിൽക്കുകയും വ്യഭിചരിച്ചു എന്ന സംഭവം ഈ 4 സാക്ഷികളും കൃത്യമായി സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്നത് കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയും ചെയ്യണമെന്നുള്ളതാണ് നിയമം. അങ്ങനെയാണെങ്കിലേ ശിക്ഷ എന്താവുള്ളൂ? ഇയാൾക്ക് കിട്ടുള്ളൂ. ശരി, ഇതിപ്പോൾ ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ അതിന് പച്ചക്ക് മറുപടി പറയാനുള്ള വേറെ ഓപ്ഷനില്ല. അവിടെ കിതാബുകളിലൊക്കെ പറയുന്നത് കാണാം, സുർമക്കോല് കണ്ടിട്ടില്ലേ? സുർമക്കോല് സുർമക്കുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും വെക്കുകയും ചെയ്യൂലേ? ഇതുപോലെ സെക്ഷൽ ഇൻ്റർകോഴ്സ് 4 സാക്ഷികൾ കൃത്യമായി കണ്ടാലേ ഇയാൾ വ്യഭിചരിച്ചു എന്നുള്ളതിന് തെളിവുണ്ടാവുള്ളൂ, അയാൾക്ക് ഈ എറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷ ഉണ്ടാവുള്ളൂ. ആരെങ്കിലും ആ പണിക്ക് നിൽക്കുമോ? എങ്ങനെയെങ്കിലും അത് കോടതിയിൽ തെളിയോ? പിന്നെ എങ്ങനെയാണ് നബി ശിക്ഷ കൊടുത്തത്? ഒരു സഹാബി ഒന്ന് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. നബി പറഞ്ഞു, അത് വ്യഭിചരിച്ചൊന്നും ആവില്ല, അത് അബദ്ധത്തിൽ അല്ല നബി, ഞാൻ വ്യഭിചാരം തന്നെയാണ് ചെയ്തത്, ക്ലിയർലി ഞാൻ വ്യഭിചാരമാണ് ചെയ്തത്. അങ്ങനെയാണ് അയാൾ ശിക്ഷ ഏറ്റുവാങ്ങിയത്. അപ്പോൾ ശിക്ഷ ഏറ്റുവാക്കുന്നതോടുകൂടി അയാൾ എന്തായി മാറുന്നു? ആഖിറത്തിൽ അയാളുടെ തൗബയായിട്ട് മാറുന്നു. പിന്നെ ആഖിറത്തിൽ അയാൾ അള്ളാഹു പിടികൂടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരാൾ കുറ്റം ചെയ്തോ എന്ന് അറിയാനുള്ള സംവിധാനം ഇസ്ലാമിൽ ഇല്ല. മോണിറ്ററിങ് പരിപാടിയില്ല. കോടതിയിലെത്തി തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രം ശിക്ഷ ഭീകരമാണ്. ആധുനിക നാഷണൽ സ്റ്റേറ്റിൽ നേരെ തിരിച്ചാണ്. ഒരാളെ തെറ്റ് ചെയ്യിപ്പിക്കാനുള്ള, തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു. സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഹൈപ്പർ സെക്ഷുവലൈസേഷൻ എല്ലാം, സിനിമ പോസ്റ്ററുകൾ, പോണോഗ്രഫി, സോഷ്യൽ മീഡിയ, സെലിബ്രിറ്റികളുടെ പിന്നെ എക്സ്പോഷർ, എല്ലാം ഒരു മനുഷ്യനെ സെക്ഷുവലി പ്രൊവോക്ക് ചെയ്യാനുള്ള ഒരാളെ ബലാത്സംഗ വീരനാക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ട് കൊടുത്തു. ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ട, അപ്പോൾ ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണില്ലേ? എന്നിട്ട് പറഞ്ഞു എന്ത്? എന്നിട്ട് എല്ലാ വഴികളും ഒരുക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ പോക്സോ കേസും കാര്യങ്ങളും അങ്ങനെ കിട്ടും. അപ്പോൾ അവിടെ തന്നെ പിന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ചില ആളുകൾ പറയും തൂക്കിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ കാരുണ്യത്തിന് മോശമല്ല. ശരിക്കും ഈ മനുഷ്യനോട് ചെയ്യേണ്ട കാരുണ്യം എന്താണ്? തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കാതിരിക്കലല്ലേ? ഇസ്ലാം നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. കത്തിയോ? യെസ്. അപ്പോൾ ഈ നാഷണൽ സ്റ്റേറ്റിൻ്റെ ഈ സ്ട്രക്ചറിൽ നിൽക്കണം നമ്മൾ ചിന്തിക്കുകയാണെന്ത്? അയ്യോ, ഇസ്ലാമിൽ എറിഞ്ഞു കൊല്ലലാണല്ലേ ശിക്ഷ, എത്ര ആളുകൾ എറിഞ്ഞു കൊന്നിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ ചിന്തിക്കണത്. പക്ഷെ അത്ര ആളുകൾ എറിഞ്ഞു കൊന്നിട്ടില്ല. കാരണം ഈ കുറ്റം തെളിയണ്ടേ? കക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉമർ അള്ളാഹുവിന് ഒരിക്കൽ പറയുന്നുണ്ട്, ആളുകൾ കൊള്ളയടിച്ചു, വിശന്നിട്ട് ആളുകൾ കൊള്ളയടിച്ചു. അപ്പോൾ ഉമർ അള്ളാഹുവിന് പറഞ്ഞു, അത് ഇതിൻ്റെ ഭാഗമായിട്ട് അവരെ എന്ത് ചെയ്യാൻ പാടില്ല? കൈവെട്ടാൻ പാടില്ല. കാരണം അവിടുത്തെ പട്ടിണി മാറ്റൽ ആരുടെ ഉത്തരവാദിത്തമാണ്? ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഉമർ അള്ളാഹുവിനും അങ്ങനെ പ്രഖ്യാപനം നടത്തി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കട്ട ആളെ കൈമുറിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എവിടുന്ന് കക്കണം എന്ന് പറയോ? സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് കക്കണം. അങ്ങനെ കുറേ തെളിവുകൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ടിഷ്യൂ പേപ്പർ കട്ട ചിലപ്പോൾ കളവ് എന്ന് പറയില്ല. ഇത് വളരെ വാല്യുബിൾ അല്ലാത്തൊരു സാധനം, ഒരൊറ്റ പീസ് ടിഷ്യൂ പേപ്പർ, തീരെ വാല്യുബിൾ അല്ലാത്ത സാധനം. അപ്പോൾ ഹിർസ് മിസിൽ എന്ന് പറയും. ഒരാൾ സൂക്ഷിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് കക്കണം. ഒരാളിങ്ങനെ തുറന്നിട്ട് പോയി, ഒക്കെ അവിടുന്ന് എടുത്താൽ ഇവനെ കൈവിട്ടൂല. മനസ്സിലായോ? അപ്പോൾ ഇസ്ലാം അതിനെ കാണുന്നത് ശിക്ഷ ഭീകരമായിരിക്കും, പക്ഷേ ആരൊക്കെ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഇസ്ലാമിൽ കുറവാണ്. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാഷണൽ സ്റ്റേറ്റ് നേരെ ഓപ്പോസിറ്റാണ്. ശിക്ഷയൊക്കെ ഭയങ്കര കാരുണ്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറയും. ഈ മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സോഷ്യൽ സ്ട്രക്ചർ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ.
ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണോ അതോ അടുത്ത ചോദ്യത്തിലേക്ക് പോകണോ? എങ്ങനെയാണ്? അപ്പോൾ ഈ ടിഷ്യൂ അതല്ല തുറന്നു വയ്ക്കപ്പെട്ടതോ എന്തെങ്കിലും നമുക്ക് വാല്യുബിൾ അല്ലാത്ത സാധനം എടുക്കുന്നതിൽ തെറ്റില്ല. ഈ വാല്യുബിൾ അല്ലാത്തെന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു പരിധി. ഒരാള് അയാളെ സംബന്ധിച്ചിടത്തോളം വാല്യുബിളാന്ന് കരുതുന്ന സാധനം എടുക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ അതിൽ. ഓക്കെ, ഇപ്പം എനിക്ക് ഇവിടെ നിലത്തുനിന്നൊരു പൈസ കിട്ടി, അത് ആരാന്ന് വാല്യുബിളാണ്. അതിന് വേറെ മസാല ഉണ്ട്. അതായത് ആ പൈസ പ്രദർശിപ്പിക്കണം. അങ്ങനെ ഒരു പൈസ പോയിട്ടുണ്ട്, ആരുടേതാണ്, എന്നിട്ട് പ്രദർശിപ്പിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വേറെ മാർഗ്ഗങ്ങളുണ്ട്. മനസ്സിലായോ? അത് ഇപ്പോൾ വിശദ തെളിവ് സഹിതം വന്നാൽ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യലില്ലേ? ചിലപ്പോൾ ആ സാധു തിരഞ്ഞു നടക്കുന്നുണ്ടാവും, അപ്പോൾ അതിനുള്ള ഓപ്ഷൻ അയാൾക്ക് കൊടുക്കുക, അത് വേറെ വിഷയം. 10 രൂപയാണെങ്കിൽ 10 രൂപ വാല്യുബിളാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത്, ഈ ഇസ്ലാമിൽ ആണും പെണ്ണും അതായത് മഹറമല്ലാത്തവർ ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിൽ എന്തുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൂടാ? ഇപ്പോൾ ഹഗ്ഗിങ് ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ, ആണും പെണ്ണും ചെയ്യുന്നതിൽ അതൊക്കെ വിടുക, അതൊരു ആളുടെ ഡിസ്കംഫേർട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിപ്പോൾ സലാം കൊടുക്കുമ്പോൾ ഈ കൈ കൊടുക്കുന്നതിൽ എന്താണ് ഒരു തെറ്റ്? അതിൽ ഇസ്ലാം എന്താണ് ഒരു ബാനാക്കി വെച്ചത്? എൻ്റെ ചോദ്യം, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതുവരെ അനുവദിക്കണം? ഇപ്പോൾ ഖദീജ പറഞ്ഞത് കൈ കൊടുക്കണോണ്ടൊക്കെ എന്താ പ്രശ്നം? അപ്പോൾ വേറെ ആൾ പറയണം ഒരു ഹഗ് ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ നമ്മളതിനെ നിങ്ങളല്ല സംബഡി ആസ്ക്ഡ് മീ, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റിയാണ്, ഞാനൊരു ഹഗ് ചെയ്തുകൊണ്ട് എന്താ ആകാശം ഒഴിഞ്ഞാടെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആ വര വരക്കുന്നത്? എവിടെയാണ്? അതറിയാൻ താല്പര്യം. ഇന്നതൊക്കെ പറ്റും, ഇന്നതൊക്കെ പറ്റൂല. ഇസ്ലാം ഒരു വര വരച്ചത് എവിടെയെന്നറിയോ? ഇസ്ലാം അതിനെക്കുറിച്ച് പറഞ്ഞ് ഗദ്ദുൽ ബസർ എന്നാണ്. ഗദ്ദുൽ ബസർ, കണ്ണുകൾ താഴ്ത്തുക, ലോവർ ദ ഗെയ്സ്, അനാവശ്യമായ നോട്ടങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പറഞ്ഞത്. അപ്പോൾ ഇത് സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാറും, ഒരുപാട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറും. ഇപ്പോൾ അദീ ഇബ്നു ഹാത്തിം എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം പിന്നീട് മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ അദിയു അസ്ലിം തസ്ലം, നീ മുസ്ലിം ആവണം അദിയെ എന്ന് പറഞ്ഞിട്ട്, നീ മുസ്ലിം ആവാതിരിക്കാൻ നിന്നെ തടസ്സമാവുന്നത് മുസ്ലിങ്ങളൊക്കെ ദരിദ്രരാണെന്നുള്ളതാണോ നിൻ്റെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നീ പിന്നെ ശ്രദ്ധിച്ചോ, ഒരു കാലം വരും പേർഷ്യയിലെ വെള്ള കൊട്ടാരങ്ങളൊക്കെ അന്ന് മുസ്ലിങ്ങളെ കീഴിൽ വരും. പേർഷ്യയിലെ വെള്ള കൊട്ടാരം എന്ന് പറഞ്ഞാൽ അന്ന് ഭൂമിക്ക് മുകളിൽ ഏറ്റവും വാല്യുബിളായ ഒരു സാധനമാണത്. അതൊക്കെ മുസ്ലിങ്ങളെ കയ്യിൽ വരും. മുസ്ലിങ്ങൾക്ക് ജനപിന്തുണല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ദരിദ്രരാണെന്നുണ്ടാണോ നിൻ്റെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഒരു കാലം വരും അന്ന് ഇവിടെ സക്കാത്ത് സ്വീകരിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം സാധ്യമായി. അദീ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു അദീനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദീയെ ഒരു കാലം വരും പേർഷ്യയിലെ ഹീറയിൽ നിന്നും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്ന് കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകും, ചെന്നായ്ക്കളല്ലാതെ അവൾക്കൊന്നും പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അദീ ആ കാലഘട്ടത്തിനും സാക്ഷിയായി എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ആ ഒരു സുരക്ഷിതത്വം ഒരു പെണ്ണിനുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ കോൺഫിഡൻസ് എന്തായിരിക്കും? ഇവിടെ നബി ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റുകളുമൊക്കെ CCTV ക്യാമറ ഉണ്ട്. ഓരോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോഴയും താഴെയും 3-4 പട്ടാളക്കാർ, ഇസ്ലാമിക പട്ടാളക്കാർ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു പെണ്ണിനെയും ആർക്കും തൊടാൻ കഴിയില്ല. ഹീറയിൽ നിന്നും മക്കയിലേക്ക് 1500 കിലോമീറ്ററാണ്. 1500 കിലോമീറ്ററാണ്. ഈ കിലോമീറ്റർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് ആ പിന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന് കോൺഫിഡൻസ് കിട്ടാൻ കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണോ? CCTV ആണോ? പോലീസാണോ? പട്ടാളാണോ? പിന്നെന്താണ്? ആ പെണ്ണിനെ അറിയായിരുന്നു ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹഖ്ഖു ത്വരീഖി അലൽ മുസ്ലിം എന്നുകൊണ്ട് പഠിപ്പിച്ചു. വഴിയിലെ ബാധ്യത, വഴിയിൽ ഇരിക്കുമ്പോൾ മുസ്ലിമിൻ്റെ ബാധ്യത 3 എണ്ണമാണ്. അതിലൊന്ന് ഗദ്ദുൽ ബസർ, അനാവശ്യമായി നോക്കാതിരിക്കുക. വക്കുല്ലിൽ മുഅ്മിനീന യഗ്ദൂന മിൻ അബ്സാരിഹിം വക്കുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിൻ നിങ്ങൾ ഖുർആനിൽ ഓതിയിട്ടുണ്ടാവും. ആണുങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുങ്ങളെ നോക്കരുത്, പെണ്ണുങ്ങൾ ആണുങ്ങളെയും നോക്കരുത്. ഇപ്പോൾ നമ്മൾ കച്ചവടം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപാട് ആളെ തിരിച്ചറിയും. എക്സാം ഹാളിൽ പോകുമ്പോൾ ആളെ തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോൾ തുറന്നിടേണ്ടി വരും. അതൊന്നും ഇസ്ലാമിനെതിരല്ല. അതൊക്കെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്ന ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യാണ്.
അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വ്യക്തിയെ തിരിച്ചറിയാനും മറ്റൊക്കെ നോട്ടങ്ങൾ അനുവദനീയവുമാണ്. പക്ഷേ ഈ പെണ്ണിനറിയായിരുന്നു ഇവിടെ വളർന്നു വരുന്ന ജനറേഷൻ, ഇവിടെ നബി ഇവിടെ രൂപീകരിച്ചൊരു സമൂഹം എങ്ങനെയാണ്, അനാവശ്യമായി പെണ്ണിനെ നോക്കരുത് എന്ന് മനസ്സിൽ കൃത്യമായി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനും ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് ആ ഹീറയിൽ നിന്നും മക്ക വരെ പോയ ആ പെണ്ണിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അത് സാധ്യമായത്. അപ്പോൾ ഒരേ ഒരു പരിഹാരം എന്താണ്? ആണുങ്ങൾക്ക് ആത്മനിയന്ത്രണം ഉണ്ടാവുക, പെണ്ണുങ്ങൾ ഔറത്ത് മറക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പരിഹാരം. അതാണ് നബിയും നിർദ്ദേശിച്ചത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, ഞാൻ എനിക്കിഷ്ടമുള്ളത് ധരിക്കും, ഞാൻ എൻ്റെ വസ്ത്രധാരണം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ആക്കും. അത് കരുതിയിട്ട് നിങ്ങൾ ഇന്നെ റേപ്പ് ചെയ്യാൻ വരുന്നത് എന്തിനാ? നിങ്ങൾ പ്രൊവോക്കഡ് ആവണം എന്തിനാ? എനിക്കിഷ്ടമുള്ള ഞാൻ ധരിക്കും. അല്ലേ? നല്ല ക്വസ്റ്റ്യനാണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഈ വസ്ത്രധാരണ മോശമായതുകൊണ്ടാണ് ആണുങ്ങൾക്ക് സെക്ഷലി പ്രൊവോക്കഡ് ആവുന്നത് ആണുങ്ങൾ, അതുകൊണ്ട് വസ്ത്രധാരണ ശ്രദ്ധിക്കണം എന്ന് ചിലരൊക്കെ പറയും. ഇപ്പോൾ വനിതാ കമ്മീഷനുമായി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു മുതിർന്ന വനിത അത് പറഞ്ഞു. അതിനെതിരെ ഭയങ്കര ഒച്ചപ്പാടുണ്ടായി. ആക്ച്വലി ഇതെന്താണെന്ന് പറയുന്ന സംഭവം, നമ്മളെ വീട്ടിൽ രാത്രി കടന്നുറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കഥകൊന്നും നടക്കാതെ അതൊക്കെ തുറന്നിട്ട്, ഞാൻ എൻ്റെ വീടാണ്, ഞാനൊരു ഇഷ്ടം പോലെ ഉറങ്ങും, പക്ഷെ കള്ളം കയറാൻ പാടില്ല എന്ന്. കള്ളം കയറിയിരിക്കും. അപ്പോൾ കള്ളൻ ഇനിയിപ്പോൾ ഒരാൾ വാതിൽ തുറന്നിട്ട് കടന്നു നിൽക്കുക, കള്ളന് കയറാൻ പറ്റുമോ? ഒരാൾ വാതിൽ തുറന്നിട്ട് കടന്നാലും കയറാതിരിക്കൽ കള്ളൻ്റെ ഉത്തരവാദിത്തം. വാതിൽ അടക്കൽ ആരുടെ ഉത്തരവാദിത്തം? വീട്ടുകാരുടെയും ഉത്തരവാദിത്തം. അങ്ങനെയല്ലേ ഒരു സമൂഹമാകുമ്പോൾ? അങ്ങനെയല്ലേ വേണ്ടത്? ഇസ്ലാം ഒരിക്കലും ഇൻഡിവിജ്വൽ ബേസിക്സിലല്ല കാര്യങ്ങളെ കാണാം. ഇൻഡിവിജ്വലിന് ഒരുപാട് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം സാമൂഹികമായ ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? പരസ്പരം സഹകരിക്കണം. അപ്പോൾ കള്ളനാക്കാതിരിക്കാനുള്ള മാർഗം എവിടെ ഉണ്ടാവണം? വീട്ടുകാർ ശ്രദ്ധിക്കണം. ഇപ്പം ഈ ആധുനിക യുഗത്തിൽ ചെയ്യുന്ന മോഡേണിറ്റി ഇതിനെ കണ്ടുകണെന്ന് വെച്ചാൽ എല്ലാ കഞ്ചാവും സിഗരറ്റും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കും. ഇവിടെ അതിൻ്റെ പാക്കുമ്പോൾ എഴുതുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്, ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. എന്ത് പരിപാടിയോടും ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും എന്നിട്ട് അത് സമൂഹത്തെ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇത് പോയത്. പറഞ്ഞ ക്ലിയറായോ? അപ്പോൾ ഔറത്ത് മറക്കൽ പെണ്ണിൻ്റെ ഉത്തരവാദിത്തം. ഇനി ഒരു പെണ്ണ് ഔറത്തൊന്നും മറക്കാതെ നടന്നു നിൽക്കുക, അവളെ അത് കണ്ടിട്ട് ഒരാൾ സെക്ഷലി പ്രൊവോക്കർ ആവാതിരിക്കൽ ആണിൻ്റെ ഉത്തരവാദിത്തം. രണ്ടുപേർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോഴല്ലേ ഇത് നടന്നു പോവുള്ളൂ. അങ്ങനെയാണ് ആ വിഷയം. ഇതാണ് ഇസ്ലാമിന് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അത് പരമാവധി മിംഗ്ലിങ് കുറക്കുക എന്നുള്ളതാണ് ഇസ്ലാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില ആളുകൾ കൈ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ചില ഷെയ്ഖുമാർ എന്നൊക്കെ പറയുന്ന ഈജിപ്തിൽ ഒക്കെ ഉള്ള ചില ഷെയ്ഖുമാരൊക്കെ കൈ കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾക്ക് കൈ കൊടുത്താൽ ചിലപ്പോൾ ഒന്നും ഫീൽ ചെയ്യൂല. കാരണം ആ ഒരു കൈ കൊടുക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആവില്ല. പക്ഷേ ചില ആളുകൾക്കൊരു പെണ്ണിൻ്റെ കൈ തൊടാൻ കിട്ടിയാൽ അയാൾക്കത് വലിയൊരു ഫീലിംഗ് ആയിരിക്കും. ഇതാർക്കാണ് ഫീൽ ചെയ്യുന്നത്, ആർക്കാണ് ഫീൽ ചെയ്യാത്തത് നിങ്ങൾക്ക് മനസ്സിലാവുമോ? പിന്നെ സൂക്ഷിക്കല്ലേ നല്ലത്. ആർക്കാണ് എന്നെ സ്പർശിച്ചാൽ, എന്നെ ടച്ച് ചെയ്താൽ ആർക്കെങ്കിലും ഒരു ബാഡ് ഫീലിംഗ് ഉണ്ടാവുമോ ഇല്ലേ, ഉണ്ടാവുന്നവരാരൊക്കെ ഇല്ലാത്തവരാരൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ? ഇല്ല. പിന്നെ ഒഴിവാക്കിയോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. എത്രയോ ആളുകൾ ഇങ്ങനെ കാണിക്കാറുണ്ട് അല്ലേ? കൈ തരുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ചോദ്യത്തിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ട് എന്താ കുഴപ്പം? ഹഗ്ഗിങ് ഒന്നും അല്ലല്ലോ എന്നാണ് ഇപ്പോൾ ഖദീജ ചോദിച്ചേ. അപ്പോൾ തിരിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്, ഒരു ഹഗ്ഗ് ചെയ്തുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഇതിനൊരു വരക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ഒബ്ജക്റ്റീവായിട്ട് നിശ്ചിതമായൊരു വരക്കണം. അതാണ് ഇസ്ലാം പറഞ്ഞത്. എന്ത്? ഗദ്ദുൽ ബസർ, ലോവർ ദ ഗെയ്സ്. അത് ഈ അന്യ ആണും അന്യ പെണ്ണും സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അനാവശ്യമായിട്ട് സംസാരങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യരുതാണ് അതിൻ്റെ അർത്ഥം. സലാം പറയാൻ പാടില്ല, ബാക്കിയൊക്കെ ചെയ്യാമെന്നല്ല അർത്ഥം. അതെ അതന്നെ പറഞ്ഞത്. സലാം പറയരുത് എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം അതാണ്. അനാവശ്യമായ സംസാരങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ ഇസ്ലാമിൻ്റെ നിയമത്തിൽ നിന്നും പുരുഷൻ്റെ കൺട്രോളിൽ നിന്നൊക്കെ സ്ത്രീയെ എന്ത് ചെയ്യണം?
വിമോചിപ്പിക്കണം. അയ്യോ, മുസ്ലിം മാസ്കുലിനിറ്റി അല്ലേ, ടോക്സിക് ഹസ്ബൻഡിൻ്റെ ടോക്സിക് മാസ്കുലിനിറ്റിയിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ സ്ത്രീയെ മോചിപ്പിക്കണം. എന്നിട്ട് അവൾ പണമൊക്കെ സമ്പാദിച്ച് 2 കാലിൽ നിൽക്കണം, അപ്പോഴേ പുരോഗമനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ എല്ലാവരും പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുരോഗമനം ഉണ്ടായതെന്ന് ആളുകൾ വിചാരിച്ച ഒരു സ്ഥലമായിരുന്നു സിനിമ അല്ലേ. സിനിമയിൽ എന്തുണ്ട്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, സ്റ്റാർഡം ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, ഫാൻ ബേസ് ഉണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പണവും കരിയറും 2 കാലിൽ നിൽക്കലും സമ്പാദ്യമൊക്കെ ഉണ്ടായാൽ മതി, അല്ലാതെ ഭർത്താവും കുടുംബമൊന്നും വേണമെന്നില്ല. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് ഫെമിനിസ്റ്റുകളൊക്കെ നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ എവിടെ വിമോചനം കിട്ടണമായിരുന്നു? സെക്ഷൽ അബ്യൂസിന് എവിടെ വിധേയരാവാതിരിക്കണമായിരുന്നു? ഫിലിം ഇൻഡസ്ട്രിയിൽ വിധേയരാവാതിരിക്കണമായിരുന്നു. മറിച്ച് സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അപ്പോൾ ചില ആളുകൾക്കെതിരെ വന്ന മീറ്റു ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടു. ചില ആളുകൾ ഒരു കൺസെൻറ്റും ഇല്ലാതെ പോയി ഹഗ് ചെയ്യുന്നു, പിടിച്ചു നിർത്തി കിസ്സൊക്കെ ചെയ്യുന്നു. പിന്നെ ആ പെൺകുട്ടികൾ ഓടുന്നു. എന്നിട്ട് അവർ ചാനലിൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് പറയുന്നു. ലേഡീസ് ആക്ട്രസ്സൊക്കെ വന്ന് പറയുന്നു. ഇത് വന്ന് പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവരിങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഇവർ മുമ്പും ഇങ്ങനെ ചെയ്തിട്ട് അതിനെതിരെ നടപടിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവർ പിന്നെ ഇത് ചെയ്ത് ശീലിച്ച്, ഇവർക്കത് ശീലമായി, ഇവിടെ അതൊക്കെ നടക്കും എന്ന് സിനിമയിലെ ആണുങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അവരങ്ങനെ നടന്നത്. പിന്നെ ഇപ്പോൾ ഈ പുതിയ ഇഷ്യൂ വന്നപ്പോഴാണ് എല്ലാം കൂടി പൊളിഞ്ഞ് പാളീസായത്. ഇതൊരു റീസെൻ്റ് എക്സാമ്പിൾ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചും കൂടി വിശദീകരണം ഉണ്ട്, ചോദ്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാവാം. ക്ലിയർ ആയോ? ഇനി പറയണോ? ഇനി പറയാനുള്ളത്, നമ്മൾ ഇസ്ലാമിൽ ചൈൽഡ് മാരേജ് പണ്ടൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നബി തങ്ങളായിക്കോട്ടെ, ഐഷ ബീവിനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഐഷ ബീവി വളരെ ചെറുതാണ്. ഇപ്പം നമ്മൾ ഓഡിയൻസ് ആയിക്കോട്ടെ 18-17 വയസ്സുള്ള കുട്ടികളാണ്. ഈ വയസ്സിൻ്റെയൊക്കെ മുമ്പേ കല്യാണം കഴിച്ചവരാണ് ചരിത്രത്തിലുള്ളത്. അപ്പോൾ നബിത്തങ്ങളെ നമ്മളെ മതക്കാരല്ലാത്ത ബാക്കി നമ്മളെ മതക്കാരും ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവാം ഒക്കെ ഒരു നബിത്തങ്ങളെ ഒരു പെഡോഫൈലായിട്ടാണ് പിക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൈൽഡ് മാരേജ് എന്തുകൊണ്ടാണ് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ഇസ്ലാമിന് പല കാര്യങ്ങളും ബാൻ ചെയ്തതോടു കൂടി ഈ ചൈൽഡ് മാരേജും കൂടി ഇസ്ലാമിന് നിഷിദ്ധമാക്കിക്കൂടായിരുന്നു? ഓക്കെ, ഈ ചൈൽഡ് മാരേജ് എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിയുമായുള്ള വിവാഹമായിരിക്കും ഉദ്ദേശം. ഹൂ ഈസ് ദ ചൈൽഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഒരു പുസ്തകമുണ്ട്, ഡിസപ്പിയറൻസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത്, പണ്ടൊക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ സംസാരിക്കുമ്പോൾ മുണ്ടണ്ട കുട്ടി കേൾക്കും എന്ന് മറിഞ്ഞ് പറയാതിരുന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം എന്തായിട്ടുണ്ട്? കുട്ടികൾ സ്വയം ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്നൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഔദ്യോഗികമായിട്ട് വാപ്പാണ്ടും ഉമ്മാണ്ടും ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ചുരുക്കം. ഡിസപ്പിയറൻസ് ഓഫ് ചൈൽഡ്ഹുഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ ചൈൽഡ്ഹുഡൊക്കെ ഇറ്റ് വേരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഈ ആയിഷ ബീവിയുമായുള്ള വിവാഹത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയം, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചാൽ, ഈ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു രീതിയുണ്ട്. എന്താണ്? അവൾ ഒരു മരുമകളായിട്ട് അവളൊരു വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവൾ അനുഭവിക്കുന്നു. അയ്യോ ചെറിയ കുട്ടി എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കും. ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുക അങ്ങോട്ടാണ്. പക്ഷെ ആയിഷ ബീവി അങ്ങനെ ആയിരുന്നോ സംഭവിച്ചതെന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആയിഷ ബീവിക്ക് ഇവിടെ നമ്മൾ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴാണത് കൂടുതൽ മാതൃകാപരമാണ്. ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചാൽ ആ കുട്ടി വളരെയധികം പ്രയാസപ്പെടുന്നു നമ്മൾ കരുതുകയും, അതേസമയം അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ആയിഷ ബീവി വളരെ സംതൃപ്തയായി ജീവിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്തൊരു സന്ദേശം കൊണ്ടാണോ നബി വന്നത് ആ സന്ദേശം അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടി ആയിഷ ബീവി നോളജ് പ്രൊഡക്ഷനിലും നോളജ് അനാലിസിസിലൊക്കെ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ആയിഷ ബീവിക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാവുകയും ആയിഷ ബീവി എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് പോവുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ആയിഷ ബീവി സൈലൻ്റ് ആവുകയോ അല്ല ചെയ്തത്. നബിയുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കുകയും അത് അടുത്ത ജനറേഷന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആയിഷ ബീവി ചെയ്തത്. അപ്പോൾ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചാൽ നഷ്ടമാകും എന്ന് ആധുനികത കരുതുന്ന ഒന്നും ആയിഷ ബീവിയുടെ കേസിൽ സംഭവിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, ഏതാണ് വിവാഹപ്രായത്തിൻ്റെ റിയൽ വയസ്സ്? ചിലർ പറയുന്നു 18, ചിലർ പറയുന്നു 20, ചിലർ പറയുന്നു 25,
ചിലർ പറയുന്നു 17. ഏതെങ്കിലും ഒന്നിൽ യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു വയസ്സിലും ഇന്നേ വരെ ലോകത്തുള്ള ആളുകൾ കല്യാണം പിന്നെ കൺസെൻഷ്വൽ ആയിട്ടില്ല. ഇന്ന വയസ്സിലാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താ? കല്യാണപ്രായം വേരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ. അതത് കൾച്ചറിൽ അതത് പ്രായമാണ്. അപ്പം നിങ്ങൾ റസൂൽ ആയിഷ ബീവി 9-ാം വയസ്സിൽ കെട്ടിയത് തെറ്റാണ് എന്ന് പറയുന്ന ആളോട് എന്നാൽ പിന്നെ എത്ര പ്രായം? ഒരു 17, 18, 19 അത് തെറ്റാണെന്ന് വേറെ ആൾക്ക് പറഞ്ഞൂടെ? ഒരു 20, 25 ആയിക്കൂടെ? എന്നാൽ കുറച്ചുകൂടി വലുതാവാലോ. അപ്പം നമ്മൾ പറയണത് കുവൈത്തി ദീനാറ് ഇന്ത്യൻ റുപ്പിയേക്കാൾ ഒരുപാട് വാല്യൂ ഉള്ളതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് വെറുതെ അങ്ങോട്ട് പറയാൻ പറ്റൂല. എഗെയിൻസ്റ്റ് ഡോളർ കമ്പയർ ചെയ്തിട്ടല്ലേ പറയാം. ഡോളറിനോട് ഏതാണോ കമ്പയർ ചെയ്ത് ഉഷാറായി നിൽക്കുന്നത് അതിനല്ലേ നമ്മൾ പറയാം. അപ്പോൾ കുവൈത്തി ദീനാർ ഏതിനേക്കാൾ ഉഷാറാണ്? ഇന്ത്യൻ കറൻസിയേക്കാൾ ഉഷാറാണ്. എന്നതുപോലെ ഈ വയസ്സ് ശരിയല്ല, ഈ വയസ്സ് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു മാനദണ്ഡം ലോകത്ത് ഇന്നേ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. മറിച്ച് ആ വയസ്സ് അത് വലിയ ബുദ്ധിമുട്ടല്ലേ? അത് ബുദ്ധിമുട്ടായിട്ടില്ല ആയിഷ ബീവിയുടെ കേസിൽ അത് ബുദ്ധിമുട്ടായിട്ടില്ല. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ലോകത്തുള്ള ആളുകളൊക്കെ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു പ്രായം കണ്ടെത്തണമായിരുന്നു. ഇന്നതാണ് കറക്റ്റ് പോയിന്റ് ഓഫ് ടൈം, ഇന്നതാണ് യഥാർത്ഥ വയസ്സ്. ആ വയസ്സിൽ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു പ്രശ്നവും സ്ത്രീക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് PhD എടുത്ത് ജോലി കിട്ടി കരിയർ കിട്ടി 32-ാം വയസ്സിലൊരു പെണ്ണ് കല്യാണം കഴിച്ചു. അങ്ങനത്തെ പെണ്ണുങ്ങൾക്കും പീഡനങ്ങളില്ലേ? വീട്ടിൽ പ്രയാസങ്ങളില്ലേ? അങ്ങനെ ആവുമ്പോൾ നബി ചെയ്തത് കൂടുതൽ മാതൃക ആവുകയാണ് ചെയ്തത്. ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചിട്ടും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവണമെന്നാണോ അസ്യൂം ചെയ്യപ്പെടുന്നത്, അതൊന്നും നബിയുടെ കല്യാണത്തിൽ ഉണ്ടായില്ല എന്നതാണ് ചരിത്രം. പിന്നെ ആയിഷ ബീവിയെ നമ്മൾ കാണുന്നത് 9 വയസ്സായ പെൺകുട്ടിയായിട്ടല്ല. ആയിഷ ബീവി പിന്നെ ഒരുപാട് കാലം ജീവിച്ചില്ലേ. ആയിഷ ബീവി ധീരയായ വനിതയായിരുന്നു. ആയിഷ ബീവി അന്ന് സഹാബികളായ ആണുങ്ങളോട് നടത്തിയ ഡിബേറ്റുകളെ കുറിച്ച് പുസ്തകങ്ങളുണ്ട്, കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നബി ഇങ്ങനെ പറഞ്ഞു എന്നൊരു സഹാബി എന്ന് പറയാം. അപ്പോൾ ആയിഷ ബീവി പറയും നബി അങ്ങനെയൊന്നുമല്ല പറഞ്ഞേ, നബി പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നതാണ്. എത്ര റൊമാൻറ്റിക് ആയിരുന്നു അവരുടെ ജീവിതം. നബി പള്ളിയിലിരിക്കും, ആയിഷ ബീവിൻ്റെ വീട്ടിലിരിക്കും. പള്ളിക്കും വീടിനും ഒരേ ജനല. നബി ഇത്തികാഫ് ഇരിക്കും. എന്നിട്ട് നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നബി എഴുന്നേൽക്കും. എന്നിട്ട് തല ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ആയിഷ ബീവി മുടി ചീകി കൊടുക്കും, സുഗന്ധം പൂശി കൊടുക്കും. ഹദീസിലുള്ളതാണ്. അപ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് പറയും. എന്ത്? അവിടെ ആയിഷ ബീവി പള്ളിയിലേക്ക് വരാതിരിക്കാൻ കാരണം ആയിഷ ബീവിക്ക് പിന്നെ അവിടെ മെൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് കയറാൻ പറ്റൂല. നബി ഇത്തികാഫിലായിരുന്നു, അനാവശ്യമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റൂല. പക്ഷേ നിയമങ്ങളൊക്കെ അങ്ങനെ നിയമം നോക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ നോക്കും. പക്ഷേ ആ റൊമാൻറ്റിക് മൊമെൻ്റും നോക്കി നിങ്ങൾ. ഇതാണ് ഇസ്ലാമിലെ പുരുഷൻ എന്ന് പറഞ്ഞാൽ റസൂള്ള കാണിച്ചെന്ന മാതൃക. നമ്മുടെ നാട്ടിൽ ഈ പുരുഷനല്ലല്ലോ, നമ്മുടെ നാട്ടിൽ വേറെ പുരുഷക്കളാണുള്ളത്. ഈ പുരുഷക്കൾ എങ്ങനെയാണ്? ഇവൾ കടന്നിങ്ങനെ ഓടുമായിരിക്കും വീട്ടിൽ, അതൊന്നും ഇവൻ കെയർ ചെയ്യൂല. പിന്നെ ഇപ്പം വന്നിട്ട് ഒറ്റ ചോദ്യമാണ്, എനക്കെന്ത് മലമറിക്കണ പണിയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഏതെങ്കിലും പുരുഷക്കളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ ഉടനടി നിങ്ങൾക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റണം. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ഉമ്മയും വാപ്പയും ഏട്ടത്തി അനിയത്തി എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ സുൽഫത്തും ഉണ്ട് സുൽഫീക്കറും ഉണ്ട്, രണ്ടാളും ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, സുൽഫത്തെ ആ പാത്രമൊക്കെ കഴുകിച്ചാന്ന് പറഞ്ഞു. സുൽഫത്ത് എല്ലാ പാത്രവും കഴുകിയേക്കാൻ വേണ്ടി പോവാണ്. സുൽഫീക്കർ ഫോൺ എടുത്തിട്ട് അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. ഈ സീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുക്കണോ? വി ക്യാൻ ഡെഫിനറ്റ്ലി ഇമാജിൻ അല്ലേ? വി ക്യാൻ ഡെഫിനറ്റ്ലി റിലേറ്റ്. അങ്ങനെ സുൽഫത്തിന് പ്രത്യേക ഒരു ബാധ്യത ഉണ്ടോ പാത്രം കഴുകാൻ? സുൽഫീക്കറിന് എന്ത് ബാധ്യതയാണോ പാത്രം കഴുകാനുള്ളത്, അതേ ബാധ്യതയാണ് സുൽഫത്തിനുള്ളത്. സുൽഫത്തില്ലല്ലോ ഇവിടെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ദർ ആർ സം ജെൻഡർ റോൾസ്. ആണുങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആണുങ്ങളെ ബാധ്യത കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ ബാധ്യത കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വീട് അടിച്ചു വാരാനോ, പെണ്ണുങ്ങൾക്ക് വസ്ത്രം ഭർത്താവിൻ്റെ വസ്ത്രം അലക്കാനോ മറ്റൊന്നുള്ള ബാധ്യതയുണ്ടോ? ഇല്ല. പിന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആണുങ്ങൾ പുറത്തു പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആണുങ്ങളെ സഹായിക്കാൻ അകത്തും ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇത് ആണുങ്ങളും മനസ്സിലാക്കണം, പെണ്ണുങ്ങളും മനസ്സിലാക്കണം. നിങ്ങളൊക്കെ കല്യാണം കഴിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടായാൽ, നിങ്ങൾക്കൊരു സുൽഫത്തും സുൽഫീഖറൊക്കെ ഉണ്ടായാൽ, നിങ്ങൾ എന്ത് ചെയ്യണം? അവനവൻ കഴിച്ചത് അവനവനെ കൊണ്ട് ആ പാത്രം അവനവൻ കഴുകുക എന്നുള്ള ശീലം മിനിമം നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഈ സുൽഫത്ത് ഇങ്ങനെ കാണുകയാണ്. സുൽഫത്തിൻ്റെ നാത്തൂൻ, വീട്ടിലെ മരുമകൾ, സുൽഫത്തിൻ്റെ നാത്തൂൻ വീട്ടിലെ മരുമകൾ അവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് രാവിലെ ഒരു 8-8:30 മണി സമയമാണ്, ഇൻ ദ മോർണിംഗ്. അപ്പോൾ സ്കൂൾ ബസ് വരാനായി. അപ്പോൾ സുൽഫത്തിൻ്റെ നാത്തൂൻ, സുൽഫത്തിൻ്റെ കാക്കാൻ്റെ ഭാര്യ, സുൽഫത്തിൻ്റെ കാക്കാൻ്റെ ഭാര്യ ഇങ്ങനെ ഓടുകയാണ്. കുട്ടി പിന്നെ യൂണിഫോം ശരിയാക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ. അപ്പോൾ വാപ്പ എവിടെ ഇരിക്കുന്നുണ്ട്? അമ്മോശൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പത്രമൊക്കെ അങ്ങനെ വായിച്ച്. ചായ. അപ്പം അമ്മ ചായ ഇവിടുന്ന് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുണ്ട്, ഇതിലും പൊടി കൂടുതലാണല്ലോ. അപ്പം ഉമ്മ അടുക്കളയിൽ നിന്ന് ഓടി വരുന്നു, പൊടി അഡ്ജസ്റ്റ് ചെയ്യുന്നു, വീണ്ടും തിരിച്ചു. അപ്പോൾ ഉമ്മ എത്ര വട്ടം നടന്നു? ആദ്യം സിറ്റ് ഔട്ടിലേക്ക് വരുന്നു, പിന്നെ അടുക്കളയിലേക്ക് പോകുന്നു, പിന്നെ എഗെയിൻ സിറ്റ് ഔട്ടിലേക്ക്, എഗെയിൻ റിട്ടേൺ. 4 നടത്തം ഉമ്മ നടക്കുന്നു. ഉപ്പയോ? സുൽഫീഖറോ? സുൽഫീഖർ വാട്സപ്പിലാണ്, പാവം, ഇൻസ്റ്റഗ്രാമിലാണ്, കുറേ റീൽസ് കണ്ട് തീർക്കാണ്ട് അല്ലേ? ഇത് കാണുന്ന അപ്പോൾ മരുമകളും ഇതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അല്ലേ? പിന്നെ ബസ്സിൻ്റെ ഓണടി കേൾക്കുമ്പോഴേക്ക് കുട്ടീനെ സെറ്റാക്കണം. അതിൻ്റെ ഇടയിൽ മോട്ടർ നിറഞ്ഞു, മോട്ടർ ടാങ്കി നിറഞ്ഞുവേ. അപ്പോൾ അവിടുന്ന് സിറ്റ് അവിടുന്ന് മോട്ടർ ഓഫ് ആക്കിക്ക സുൽഫീഖറെ എന്ന് ചിലപ്പോൾ പറഞ്ഞോളന്നില്ല. ഇനി പറഞ്ഞാലും സുൽഫീഖർ പെട്ടെന്ന് എണീക്കൂല. മിക്കവാറും ഓടലാരാണ്? സുൽഫീഖർ എത്തുന്നതിൻ്റെ മുമ്പ് മരുമകൾ അവിടെ എത്തിയിട്ട് ഓഫാക്കണം, എന്നാലേ നല്ല മരുമകളാവുള്ളൂ. യു ഗോട്ട് എ പോയിന്റ്. ഞാൻ ട്രോളാണ് ചെയ്യണത്, അത് മനസ്സിലാവണില്ലേ? യെസ്. ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളിൽ അപ്പോൾ സുൽഫത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, എൻ്റെ റബ്ബേ, ഞാനിപ്പോൾ ഡിഗ്രി തീരുമ്പോൾ എന്നെ കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആവുമല്ലോ എന്ന് സുൽഫത്ത് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് പുതിയ സുൽഫത്തുമാരൊന്നും കല്യാണത്തിന് തയ്യാറാവാത്ത. ഗേമോഫോബിയ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സാധനം ഇപ്പോൾ പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഗേമോഫോബിയ എന്താ? വിവാഹപ്പേടി. ഇപ്പം നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്കൊന്നും ഇപ്പോൾ പെണ്ണ് കിട്ടണില്ല, എത്ര അന്വേഷിച്ചിട്ടും പെണ്ണ് കിട്ടണില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒരു കാരണം ഗേമോഫോബിയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം, എന്താണ് നമ്മുടെ അവകാശം എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ ആണ് പെണ്ണിനെയും ആണിനെയും വീടകങ്ങളിൽ സഹായിക്കും, അതിൽ സംശയമൊന്നുമില്ല. പെണ്ണ് ചിലപ്പോൾ അലക്കി കൊടുത്തെന്ന് വരും, ആണ് പുറത്തുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവില്ലേ, അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുമ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒക്കെ നടക്കും. പക്ഷേ പുരുഷു എന്ത് ചോദിക്കരുത്? നിനക്ക് എന്ത് പണിയാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കരുത്. ഉത്തരവാദിത്തം ഇല്ലാതിരുന്നിട്ട് പോലും അവൾ എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഉത്തരവാദിത്തം ഇല്ലാത്തപ്പോഴും പലപ്പോഴും പുരുഷനും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം ഇത്ര മാത്രമേ ഉള്ളൂ, എൻ്റെ ബാക്കിയെല്ലാം എൻ്റെ ഔദാര്യമാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്ന വിഷയം അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പം ഇവരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള എന്താണെന്ന് പറയുന്നത്, ഫാമിലി. സൂസൻ വെങ്കർ എന്ന് പറഞ്ഞിട്ട് US ഒരു റിലേഷൻഷിപ്പ് കോച്ചുണ്ട്. അവർ പറഞ്ഞത്, നമ്മുടെ കൾച്ചർ 4 നുണകളാണ് പെണ്ണുങ്ങളോട് പറഞ്ഞത്. അതിലൊന്ന്, നെവർ ഡിപ്പെൻഡ് എ മാൻ. 2, സെക്സ് ഈസ് ജസ്റ്റ് സെക്സ്, വിച്ച് മീൻസ് സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ്. സെക്സും കമ്മിറ്റ്മെൻറ്റും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. സെക്സ് ആരോടും ആവാം, കമ്മിറ്റ്മെൻറ്റും വേറെ ആരോടും ആവാം എന്നുള്ളൊരു സംഭവം. 3-മത്തത്, മാരേജ് ആൻഡ് മദർഹുഡ് ഈസ് എ ജയിൽ എന്നാണ് 3-മത്തെ നുണ. 4-മത്തെ നുണ, യുവർ കരിയർ വിൽ ആൻഡ് ഷുഡ് ഡിഫൈൻ യു. നിൻ്റെ കരിയറാണ് നിന്നെ നീയാക്കുന്നത്. നീ കരിയറിൽ സമ്പാദിച്ച് ഉഷാറായാലേ നീ ഒരു സക്സസ്ഫുള്ളായ വുമൺ ആവുള്ളൂ. നീ വീട്ടിൽ മക്കളെ കൃത്യമായി പാരൻറ്റിങ് ചെയ്ത് പോയാൽ നീ പ്രാകൃതയാണ്, നീ പുരോഗമിച്ചിട്ടില്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പെണ്ണ് ജോലിക്ക് പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ആ പെണ്ണിൻ്റെ പിന്നെ ആ സ്ത്രീയുടെ പിന്നെ അവളുടെ മക്കളെ നോക്കലും അതുപോലെ മുലയൂട്ടലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവൾക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവൾക്ക് സമ്പാദിക്കാം, ഭർത്താവിനെ വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാം. പക്ഷെ അവൾക്ക് ഭർത്താവിനോട് പറയാം, 3-4 കൊല്ലമായി ഞാൻ ഇനി പോണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവിനെ അവളെ നിർബന്ധിക്കാൻ പറ്റൂല. നേരെ മറിച്ച് ഭർത്താവ് പറയണത്, നിനക്ക് ഗവൺമെൻറ് ജോബൊക്കെ അല്ലേ, ഞാനൊരു പെയിൻറ്റിങ് ജോലിക്കാരനാണല്ലോ, ഇനി നീ പോയാൽ മതി, ഞാൻ പോണില്ല എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഏതാണ് ഉത്തരവാദിത്തം,
ഏതാണ് അവകാശം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മളൊരു പ്രൗഡ് മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ റീൽസിലോ ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ഇസ്ലാം വളരെ മോശമായി പോയിട്ടോ, വളരെ മോശമായിപ്പോയി എന്ന് നമുക്ക് തോന്നും. ഹോപ്പ് ദാറ്റ് ഐ ആൻസർ ദ ക്വസ്റ്റ്യൻ. നീ എൻ്റെ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ഇനി മൈക്ക് നിങ്ങളെടുത്ത് പാസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉസ്താദ് ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഇനി ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഉസ്താദിനോട് ചോദിക്കാം. അവസാനമായിട്ട് ഉസ്താദ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഉസ്താദിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു യഥാർത്ഥ മുസ്ലിമ എങ്ങനെ ആയിരിക്കണം, അതാരാണ്, ഒരു ബെസ്റ്റ് മുസ്ലിം ഉസ്താദ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, എങ്ങനെ ആയിരിക്കണം അവർ? ഒരു ബെസ്റ്റ് മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബുഇസ്തുലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്. ഞാൻ ഏറ്റവും നല്ല എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്സുകൾ പഠിപ്പിച്ച് പൂർത്തീകരിക്കാനാണ് ഞാൻ അയക്കപ്പെട്ടുള്ളത്. ഖുർആനിൽ പറയുന്ന കാണാം, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അള്ളാഹുവിൻ്റെ പേര് കേട്ടാൽ അവരുടെ ഹൃദയം ദൈവബോധം കൊണ്ട് പൊട്ടിപ്പോവും, അവരുടെ കണ്ണുകൾ നിറയും എന്നൊക്കെ പറയുന്നത് കാണാം. മുസ്ലിം മുഅ്മിനീങ്ങളെ കുറിച്ച് മറ്റൊരു പ്രയോഗത്തിൽ കാണാം, വൽ കാളിമീനൽ ഗൈള. എന്താണ് അർത്ഥം? വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചു പിടിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോൾ ദേഷ്യം വരുമ്പോൾ ക്ഷമയോടെ നിൽക്കുക, മറ്റു മോശം വികാരങ്ങൾ വരുമ്പോൾ ക്ഷമ പാലിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാക്കാനൽ അബ്ദു ഫി ഔനി അഖീഹി. നമ്മൾ എത്രത്തോളം നമ്മുടെ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സഹായിക്കുന്നുവോ, നമ്മൾ ആസ് ലോങ് ആസ് യു ആർ ഹെൽപ്ഫുൾ ടു യുവർ ഫ്രണ്ട്, അള്ളാഹ് ഈസ് ഹെൽപ്ഫുൾ ടുവാർഡ്സ് യു എന്നുള്ളതാണ്. അങ്ങനെ കുറേ പ്രത്യേകതകൾ പറയുന്നത് കാണാം. ഇസ്ലാമിൽ ഒരു നല്ലൊരു മുസ്ലിമിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിലേറ്റവും ഷഹാത്ത് കലിമയൊക്കെ ചെല്ലുന്ന ഒരു നല്ലൊരു മുസ്ലിം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബേസിക് മുസ്ലിമാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും നല്ല ആളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സൽസ്വഭാവിയെ സെലക്ട് ചെയ്യും. അയാൾക്ക് സഹനശേഷി ഉണ്ടാവും, അയാൾ കുല്ലു സുലാമ അലൈഹി സ്വതക്ക എന്നത് പാലിക്കുന്ന ആളായിരിക്കും. കുല്ലു സുലാമ അലൈഹി സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും സ്വതക്കയുണ്ട്. കെണുപ്പുണ്ടല്ലോ, കെണുപ്പുകൾക്കും സ്വതക്കയുണ്ട്, അതിനൊക്കെ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽപ്പെട്ട ഒരു ബാധ്യത എന്താണ്? തബസ്സുമുക ഫീ വജിഹി അഖീക സ്വതക്ക. നിൻ്റെ ഒരു കൂട്ടുകാരനെ, മുസ്ലിമായ കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ്. ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാമല്ലോ നമുക്ക്. ആ ചിരി എന്താണ്? ആ ചിരി പോലും എന്താണ്? സ്വതക്കയാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് കാണാം. അപ്പോൾ നബി അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, വഫി ബുലി അഹദുക്കും സ്വതക്ക. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുന്നതും സ്വതക്കയാണ്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുമായി സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുന്നതും സ്വതക്കയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബി അതെങ്ങനെയാണ്? ഞങ്ങളുടെ വികാരം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്? അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ ഈ വികാരം വിഹിതമല്ലാത്തതും അർഹിക്കാത്തതുമായ ഹറാമായ മാർഗത്തിൽ നിങ്ങൾ ശമിപ്പിക്കാൽ അത് കുറ്റമല്ലേ? അപ്പോൾ ഇത് പുണ്യവുമാണ്. അപ്പോൾ ദർ ഇസ് നോട്ട് കാറ്റഗറൈസേഷൻ ഇസ്ലാം സെക്കുലർ ആൻഡ് ഇസ്ലാം എന്നുള്ളൊരു അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. സെക്കുലർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വെസ്റ്റേൺ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു കാറ്റഗറൈസേഷനാണ്. അതായത് നിസ്കാരം, നോമ്പ്, റൂമിൻ്റെ അകത്തുള്ള പ്രാർത്ഥന, അതൊക്കെ മതം. ആൾക്കാരോട് ഇടപഴകൽ, പൊളിറ്റിക്സ്, എക്കോണമിക്സ്, കച്ചവടം, ബിസിനസ്, ഇതൊക്കെ സെക്കുലർ. ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷനാണ് ആധുനികത ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ കാറ്റഗറൈസേഷൻ എന്താ? നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അതൊക്കെ ഇസ്ലാമാണ്, അതൊക്കെ ഇസ്ലാമികമാണ്. അപ്പോൾ ഞാൻ ചിരിക്കുന്നു, ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ രാത്രിയാണ്, അപ്പോൾ ഞാൻ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടാണ് പോണത്. പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു കാറ് വന്നു. അപ്പോൾ ആ കാറിൻ്റെ ശല്യം ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ലൈറ്റ് ഡിമ്മടിച്ചു, എനിക്ക് കൂലിയാണ്. ആ ഖുറാനിലും ഹദീസിലും ഇല്ല. പക്ഷെ ഖുറാനിലും ഹദീസിലും എന്തുണ്ട്? ഇമാത്തത്തുൽ അദാനി തരീഖി സ്വതക്ക എന്നുണ്ട്, വഴിയിൽ നിന്നുള്ള തടസ്സങ്ങൾ നീക്കൽ സ്വതക്കയാണെന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സൽസ്വഭാവത്തെ എംബോഡി ചെയ്തൊരു മുസ്ലിമിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയൻസിൻ്റെ ചാൻസാണ്. നിങ്ങൾക്ക് ഉസ്താദിനോട് ചോദിക്കാനും എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉപയോഗപ്പെടുത്താം. മൈക്കിൽ
ഓക്കെ ഓക്കെ. അതെ, ഞാൻ കഴിഞ്ഞ കൊല്ലം മദ്രസ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞതാണ്, എല്ലാ സ്ത്രീകളും ഒരു പുരുഷൻ്റെ വാരിയെല്ല് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്. അത് ശരിയാണോ? എല്ലാ സ്ത്രീകളൊന്നാണോ ഉസ്താദ് പറഞ്ഞത്? എല്ലാ സ്ത്രീകളും സൃഷ്ടിക്കപ്പെട്ടത് ഒരു പുരുഷൻ്റെ വാരിയെല്ല് കൊണ്ടാണ്. അത് ഏത് പുരുഷൻ്റെ വാരിയെല്ല് കൊണ്ടാണോ ഒരു സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്, ആ സ്ത്രീ ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ ഒരു പുരുഷനെയായിരിക്കും. ആ ഒരു പുരുഷനും സ്ത്രീയും ഒന്നാമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പം അത് സത്യമാണോ? ഹദീസിലൊക്കെ കാണാം, ആദം നബിയുടെ വാരിയിൽ നിന്നാണ് ഹവ്വ ബീവിയെ സൃഷ്ടിച്ചത്. അത്രയാണ് എൻ്റെ അറിവിലുള്ളൂ. അല്ലാതെ മറ്റുള്ള വാരിയലുകളെ കുറിച്ച് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ സൈഗോട്ടായി മാറി, പിന്നെ നമ്മൾ ഇതായി മാറി, അങ്ങനെ നമ്മൾ വികസിച്ചൊരു കുഞ്ഞായിട്ട് പുറത്തു വരാണല്ലോ ചെയ്തത്. അങ്ങനെ കാണാം. അതിപ്പോൾ എവിടെ നിന്ന് സൃഷ്ടിച്ചാലും കുഴപ്പമില്ല, അള്ളാഹിൻ്റെ ഇഷ്ടമാണല്ലോ ആരൊക്കെ എങ്ങനെയൊക്കെ സൃഷ്ടിക്കണം എന്നുള്ളത്. അള്ളാഹു യഖ്ലുഖു മാ യശാ, അള്ളാഹ് ഇഷ്ടമുള്ളത് സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. ഉസ്താദ് നേരത്തെ പറഞ്ഞ വിമൻ പ്രൊവോക്ക് മെൻ എന്ന് പറഞ്ഞ നേരത്തെ, പക്ഷേ അമേരിക്കയിൽ കുറച്ച് മുന്നേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഫിലഡൽഫിയയിൽ ഒരു അച്ഛൻ ജസ്റ്റ് ബോൺ ബേബീനെ റേപ്പ് ചെയ്ത്. അവിടെ എങ്ങനെ പ്രൊവോക്കിങ് നടക്കാം? ജസ്റ്റ് ബോൺ ബേബി റേപ്പ് ചെയ്ത് അല്ല ചോദിക്കണ്ടത്. ഈ പ്രൊവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രൊവോക്ക് ചെയ്താൽ അയാളെ റേപ്പ് ചെയ്യുന്നല്ല പറഞ്ഞത്. ദ ടോട്ടൽ സിസ്റ്റം ഈസ് പ്രൊവോക്കിംഗ് എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് യുനെസ്കോൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, 2021 പുറത്തിറങ്ങിയ റിപ്പോർട്ട്. അതായത് വിമൺ ഹൈപ്പർ സെക്ഷുവലൈസേഷനും പുരുഷന്മാരുടെ റേപ്പും തമ്മിൽ കാര്യമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ, എവിടെ നോക്കിയാലും സ്ത്രീ ശരീരങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരാൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അയാളൊരു മെൻ്റൽ റേപ്പിസ്റ്റായി മാറും അല്ലേ? സ്ഥിരമായി പോണോഗ്രഫി കാണുന്ന ആൾ ഒരു മെൻ്റൽ റേപ്പിസ്റ്റായി മാറും. അയാൾ ഈ സ്വഭാവം എവിടെ വേണമെങ്കിലും കാണിക്കാം. ഇത്രയിൽ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ എല്ലാ വസ്ത്രം ധരിച്ചു നടന്നാൽ, എല്ലാ മോഡസ്റ്റി കീപ്പ് ചെയ്താലും അവരെയും റേപ്പ് ചെയ്യുന്നില്ലേ? വൃദ്ധകളെ റേപ്പ് ചെയ്യുന്നില്ലേ? കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല. ഒരു സ്ത്രീ ഒരു പുരുഷനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീയെ തന്നെ റേപ്പ് ചെയ്യും എന്നല്ല പറയുന്നത്. ഈ റേപ്പിലേക്ക് പുരുഷൻ എത്തുന്ന മെന്റാലിറ്റിയും സ്ത്രീയുടെ ഹൈപ്പർ സെക്ഷലൈസേഷൻ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്ഥിരമായിട്ട് ഈ ഒരാൾക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ, സ്റ്റിമുലേഷൻ കിട്ടിക്കഴിയുമ്പോൾ, ആ സ്റ്റിമുലേഷന്റെ റിഫ്ലക്ഷൻ മറ്റു പലയിടത്തും ആയിരിക്കും കാണുക. ക്ലിയർ ആയോ? ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അപ്പൊ അതിൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ വീട്ടിൽ നിന്ന് സഹായിക്കണം, പുരുഷന്മാർ പുറത്തുപോയി ഇതാക്കണം എന്നൊക്കെ. അപ്പൊ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്ലിയർ ആയിട്ട്. സ്ത്രീകൾക്ക് ജോലി ചെയ്യാം, പക്ഷെ പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. എന്താണ് പ്രയോറിറ്റി? കുഞ്ഞിന് മുല കൊടുക്കുന്ന സമയത്ത് മുല കൊടുക്കണം, പ്രസവിക്കേണ്ട സമയത്ത് പ്രസവിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ പ്രസവം കൃത്യമായിട്ട് നടന്നോളുന്നില്ല. ഓരോന്നിനും ഓരോ പ്രായം ഉണ്ടല്ലോ, ബയോളജിക്കൽ ക്ലോക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കാവുന്നതാണ്. പ്രസവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചില കോർപ്പറേറ്റ് കമ്പനികൾ പിന്നെ അണ്ടം വാങ്ങിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് എന്തിനാണ്? ആ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ. ടോട്ടൽ ഒരു ക്യാപിറ്റൽ മാർക്കറ്റാണ് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പ്രസവിക്കരുത് എന്ന് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ പ്രസവം ഇങ്ങനെ പിന്തിപ്പിച്ച് അവരുടെ രസകരമായ ജീവിതമൊക്കെ അവർ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോവുക. ജോലി ചെയ്യരുത് എന്നൊന്നുമില്ല, ജോലി ചെയ്യുന്നത് മാത്രമാണ് പുരോഗമനം എന്നാണ് നമ്മൾ പറയുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുക, എൻ്റെ വൈഫ് എൻ്റെ അടുത്തിരിക്കുന്നു, എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തിരിക്കുന്നു, എൻ്റെ 4 വയസ്സായ LKG പോകുന്ന എൻ്റെ മോന് 4.5 വയസ്സായ മോന് എൻ്റെ വൈഫ് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി, കൂടെ ഞാനും സഹകരിച്ച് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി, വായിൽ അവൾ ദോശയൊക്കെ വെച്ച് കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. ആ സമയത്ത് നല്ല സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് അല്ലേ? ആ സമയത്ത് എൻ്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു നോൺ മുസ്ലിം അവൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കതച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പ് ഇങ്ങനെ ഓടുകയാണ് കതച്ചുകൊണ്ട്. അവൾ ജോലിക്കാണ് പോകുന്നത്.
അവൾ വീട്ടിൽ കുറേ ജോലി ചെയ്തിട്ടാണ് ഈ ഓടുന്നത്. ഇനി അത് കഴിഞ്ഞ് വന്ന് പിന്നെ അവൾക്ക് ജോലി ഉണ്ടാവും, വീട്ടു ജോലി ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇവൾ കടന്ന് ഓടുന്നുണ്ടല്ലോ, അതാണ് പുരോഗമനം. എൻ്റെ വൈഫ് ചെയ്യുന്നതാണ് പ്രാകൃതം എന്ന് പറയുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. ഈ പുരോഗമനം പ്രാകൃതം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമോ? പ്രോഗ്രസീവ് എന്നുള്ള വാക്കാണ് ഞാൻ പറഞ്ഞത്. അതായത് ജോലി മക്കളെ നോക്കുക, അതുപോലെ ഭക്ഷണം, പിന്നെ ഭാര്യയായിട്ട് വീട്ടിൽ കഴിയുക, ഇതൊക്കെ വളരെ റിഗ്രസീവായ കാര്യമാണ്. പിന്നെ കരിയറും അതുപോലെ സമ്പത്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രോഗ്രസീവ്. ജോലിക്ക് പോയാൽ മാത്രമേ ഒരു സ്ത്രീ എന്താവുള്ളൂ, പ്രോഗ്രസീവ് ആവുള്ളൂ എന്ന നെഗറ്റീവിനെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. UK ഡാനിയൽ ഹക്കീഖത്ത് ജൂ എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതുണ്ട്. അവരുടെ വൈഫുണ്ട് ഉമ്മു ഖാലിദ് എന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായിട്ട് എഴുതാറുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. ഫേസ്ബുക്കിൽ പിന്നെ അമ്മാവന്മാരാണ്, ഇൻസ്റ്റാഗ്രാമിൽ നമ്മളാണെന്നൊന്നും പറയണ്ട. നല്ല സാധനങ്ങൾ കിട്ടിയാൽ എവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ. ഉമ്മു ഖാലിദ് ഒരിക്കൽ ഫേസ്ബുക്കിലൊരു കഥ എഴുതി. ഉമ്മു ഖാലിദ് പറയുന്നത്, ഉമ്മു ഖാലിദിൻ്റെ ഫ്രണ്ട് ലണ്ടനിൽ, ചോദിച്ച കുട്ടി വേറെന്തോ ശ്രദ്ധയിലാണ്. ലണ്ടനിൽ ഉമ്മു ഖാലിദിൻ്റെ ഫ്രണ്ട് ലണ്ടനിലൊരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ആ താമസിക്കുന്ന സമയത്ത് അവിടെ സൂസൻ എന്നു പേരുള്ള ഒരു വൃദ്ധ ഉണ്ടായിരുന്നു. ആ വൃദ്ധ പിന്നെ അവർക്ക് ചില അസുഖങ്ങളൊക്കെ കാരണം നടക്കാനൊക്കെ പ്രയാസമുള്ളത് കാരണം ഈ 3-4 ഫ്ലോറുള്ളൊരു ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം നടുഭാഗത്തുള്ളൊരു ഫ്ലോറിലാണ് വാഷ്റൂമൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ ഫ്ലോറിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇറങ്ങി വന്ന് തിരിച്ചു പോകാൻ, അങ്ങനെ മൂത്രമൊഴിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ മൂത്രം പാത്രത്തിലൊക്കെ ശേഖരിച്ച് വെക്കും. പിന്നെ അവർ കൊടുന്നിട്ട് ഈ ടോയ്ലറ്റിൽ ഒഴിക്കും. ഇങ്ങനെയൊക്കെ ഒരു രീതിയായിരുന്നു. അവർ വല്ലാതെ പ്രയാസപ്പെട്ടു. അവിടെ ചുറ്റുള്ള ആളുകളൊക്കെ പരാതി പറഞ്ഞു. മൂത്രം കുടിച്ചിട്ട് ഒരു വൃദ്ധം ഇങ്ങനെ കോണി ഇറങ്ങി വരുന്നു, അത് ടോയ്ലറ്റിൽ ഒഴിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോൾ വല്ലാതെ പരാതി പറഞ്ഞപ്പോൾ ഈ ഉമ്മു ഖാലിദിൻ്റെ ഫ്രണ്ട് ഈ വൃദ്ധയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറാണ്, PhD കാരിയാണ്, എനിക്ക് നല്ല കരിയർ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗേ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോയി. മൈ ബോഡി മൈ ചോയ്സ് എന്നാണല്ലോ, മൈ ബോഡി മൈ ചോയ്സ് എന്ന ഫ്രീഡം ഒക്കെ അതിനെ ആഘോഷിച്ചിട്ട് പുള്ളിക്കാരൻ ഗേ ആണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. അപ്പോൾ മക്കൾ അവർ ലിവിങ് ടുഗദറൊക്കെ ആയിട്ട് പോയി. അവരവിടെ ഇവിടെയൊക്കെ സെറ്റിൽഡാണ്, ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ സൂസൻ വെങ്കർ അല്ല, ഉമ്മു ഖാലിദിൻ്റെ ഫ്രണ്ട് ഈ വൃദ്ധയോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾഡ് ഏജ് ഹോമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോവാമല്ലോ. അപ്പോൾ സൂസൻ പറയണ്, ഓൾഡ് ഏജ് ഹോമിൽ പോകാം, പക്ഷേ എന്നോട് ഇമോഷണൽ ബോണ്ട് ഇല്ലാത്തൊരാൾ, എൻ്റെ മക്കളോ പോലൊന്നും അല്ലാത്ത ആളുകൾ എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അങ്ങനെ ഇവർ ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ നിരകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഇവർക്ക് കരിയർ ഉണ്ടായിരുന്നോ? പണമുണ്ടായിരുന്നോ? എല്ലാം ഉണ്ട്. പക്ഷെ എന്തില്ല? ഇമോഷണൽ ബോണ്ടുള്ള മക്കളില്ല. അപ്പോൾ കരിയറാണോ ഫാമിലിയാണോ പ്രധാനം? യെസ്. ഫാമിലി സേഫാക്കിയിട്ട് കരിയർ ഷുഡ് റിവോൾവ് അറൗണ്ട് ദ ഫാമിലി, നോട്ട് വൈസ് വേഴ്സ. മനസ്സിലായില്ലേ? കരിയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഫാമിലിയെ സാക്രിഫൈസ് ചെയ്യരുത്. ഫാമിലി സേഫ് ആക്കുകയും കരിയർ എത്രയും ബിൽഡ് ചെയ്യുകയും ആവാം എന്ന് ഉമ്മു ഖാലിദ് അവരുടെ ഫ്രണ്ടിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു UK ഉമ്മു ഖാലിദിൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയക്കാരിയായ സൂസൈനയുടെ മാത്രം കഥ ആണോ? ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ അമ്മമാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? US ഉമ്മമാരും പിന്നെ ഈ പുരോഗമനവാദം കേട്ടിട്ട് കുടുംബമൊന്നും വേണ്ടാന്ന് വെച്ച അമ്മമാരും അച്ഛന്മാരും എത്ര വിഡ്ഢികളാണ് അല്ലേ? പിന്നെ ഈ നമ്മളെ സൗന്ദര്യം, ബ്യൂട്ടിയൊക്കെ എക്സ്പോസ് ചെയ്യണം, അതൊക്കെ അങ്ങനെ ചെയ്യണം, അതൊക്കെ പുറത്തെല്ലാവരും കാണിച്ചിട്ട് നന്നായി വൈബാക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ആളുകളൊന്നും ഒരു 40 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ തൊലിയൊക്കെ ചുളിഞ്ഞ് നമ്മുടെ സൗന്ദര്യമൊക്കെ ഉടഞ്ഞ് നമ്മുടെ മുടിയൊക്കെ നരച്ച് തുടങ്ങുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവില്ല. എന്താണ് ഒരു 40-45 വയസ്സായാലും ഈ ബ്യൂട്ടി നമ്മളെ കൂടെ ഉണ്ടാവുമോ? ബ്യൂട്ടി ഇല്ലാതാവുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ആളുകളല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ ലിവിങ് ടുഗദറിലൊക്കെ എന്താ പറയുന്നത്? ഇപ്പം എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ നിന്നേക്കാൾ നല്ലൊരാളെ കണ്ടാൽ ഞാൻ പോവും. ഫ്രീഡം അല്ലേ? മൈ ബോഡി മൈ ചോയ്സ് അല്ലേ? മൈ ബോഡി മൈ ചോയ്സ് നിങ്ങൾ കേട്ടുകണോ? അതാണ് ഈ യുഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മുദ്രാവാക്യം.
അതാണ് ഏറ്റവും തെറ്റായൊരു മുദ്രാവാക്യം. ഇപ്പം നാഷണൽ സ്റ്റേറ്റ് പോലും എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ കാർ ഓടിച്ച് വരുന്നു, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ പോലീസ് എന്നോട് ചോദിക്കുകയാണ്, എവിടെ സീറ്റ് ബെൽറ്റ് എന്താടാത്ത്, പൈസ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോലീസിനോട് പറയാം, എൻ്റെ പൊന്നു സാറേ, മൈ ബോഡി മൈ ചോയ്സ്. ഞാൻ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് എൻ്റെ ഹാർട്ട് ജാമായിട്ട് ഞാൻ മരിച്ച നിങ്ങൾക്ക് എന്താ സാറേ പ്രശ്നം എന്ന് ചോദിച്ചാൽ പോലീസ് എന്ന് പറയും, പോലീസ് പറയും സംഭവം നിനക്ക് തന്നെയാണ് നഷ്ടം, പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു ട്രാഫിക് നിയമമുണ്ട്, അത് ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് നാഷൻ സ്റ്റേറ്റ് കൺട്രോൾസ് അസ്. മതം മാത്രമാണോ നമ്മൾ നിയന്ത്രിക്കുന്നത്? ഇല്ല, നാഷണൽ സ്റ്റേറ്റ് നമ്മളെ വളരെയധികം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നിയന്ത്രണം, കൺട്രോള്, പവർ എന്നൊക്കെ ഉള്ളത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും നിലന്നു പോകാൻ ആവശ്യമാണ്. അപ്പം ഞാൻ ബസ്സിൽ കയറി, അപ്പം എന്നോട് കണ്ടക്ടർ പറയും, മൂലേര ഒന്നാണ് കയറിക്ക്. അപ്പം ആ ബസ്സിൽ ആകെ ഒരു മൂലേര ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ മൂലേര് ആകെ വഷളാവും. മൂലേര ഒന്നാണ് കയറി. അപ്പം ഞാനും ഈ കണ്ടക്ടറും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. അപ്പം കയറിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ കയറി നിൽക്കും അല്ലേ? കാരണം എന്താ, ഈ ബസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നടന്നുകൊണ്ടേ, ഈ ബസ് എന്നുള്ള പരിപാടി വിജയിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടറോട് ഞാൻ സഹകരിക്കേണ്ട കുട്ടികളെ. പിന്നെ ചില ആളുകളൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിക്കും, നിങ്ങൾ ഈ ഹിജാബ് ഇടുന്നതും തട്ടിടുന്നതൊക്കെ ഇസ്ലാമിന് അടിമപ്പെട്ടിട്ടാണ്, അടിമത്തമാണ്, മറിച്ച് ഞങ്ങൾ കണ്ടോ എല്ലാം തുറന്നിട്ട് നടക്കുന്നു, ഇതൊക്കെ ഞങ്ങളുടെ ചോയ്സാണ്. ഏതാ മക്കളെ ചോയ്സ്? ഇൻസ്റ്റഗ്രാമിൽ സെലിബ്രിറ്റികൾ പറയുന്നത് കേൾക്കുകയും നടീനടന്മാർ പറയുന്നത് കേൾക്കുകയും ഫ്രണ്ട്സ് പറയുന്നത്, പിയർ ഗ്രൂപ്പ് പറയുന്നതും കേട്ടിട്ട് ആ ഒരു സമ്മർദ്ദത്താലല്ലേ അവൾ ലിപ്സ്റ്റിക് ഇടുന്നത്, അല്ലാതെ അവളുടെ ചോയ്സിലിടുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ പിയർ ഗ്രൂപ്പിൽ നിന്നും ഔട്ടായി പോകുമോ എന്ന പിയർ ഗ്രൂപ്പ് പ്രഷർ കാരണമല്ലേ അവൾ ലിപ്സ്റ്റിക് ഇടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലേ, ഇങ്ങനെയൊക്കെ പ്ലക്ക് ചെയ്താലേ, ഇങ്ങനെയൊക്കെ ഹെയർ സ്റ്റൈൽ വെച്ചാലേ ബ്യൂട്ടിഫുൾ ആവുള്ളൂ എന്ന് പ്രമുഖ നടിയോ അവൾ ആരെയാണോ അഡ്മയർ ചെയ്യുന്നത് ആ സെലിബ്രിറ്റിയോ പറഞ്ഞത് കൊണ്ട് നിർബന്ധിതാവസ്ഥയിലല്ലേ അവൾ ഇടുന്നത്. അത് അവളുടെ ചോയ്സാണോ? ഇസ്ലാമിൽ ഏതായാലും ചോയ്സ് ഇല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സമർപ്പണം എന്നാണ് നമ്മൾ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. അപ്പോൾ പർദ്ദ ഇടുന്നവരൊക്കെ അടിമകൾ, ലിപ്സ്റ്റിക് ഇടുന്നവരൊക്കെ ചോയ്സിൻ്റെ ഫ്രീഡം കിട്ടിയ ആളുകൾ എന്നുള്ളത് തെറ്റായ ഒരു നോഷനാണ് അല്ലേ? പിന്നെ ഈ മുസ്ലിം സ്ത്രീയെ മോചിപ്പിക്കാൻ, പുരുഷനിൽ നിന്ന് മോചിപ്പിക്കാൻ കുറേ ആൾക്കാർ ഇറങ്ങിക്കണം. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അധിനിവേശം നടത്തിയപ്പോൾ ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു അന്ന് US പ്രസിഡൻറ്റ്. അന്ന് US പ്രസിഡൻറ്റിൻ്റെ പെങ്ങൾ പറഞ്ഞ് അഫ്ഗാനിലെ മുരടനായ പുരുഷൻ്റെ ആധിപത്യത്തിൽ നിന്നും സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം. എല്ലാവരും വിശ്വസിച്ചു. പാവം അഫ്ഗാനിലെ സ്ത്രീകൾ മുരടനായ പുരുഷനിൽ നിന്നും മോചിപ്പിച്ചോട്ടെ, നല്ല കാര്യമല്ലേ. പക്ഷെ ആ പേരിൽ US നടത്തിയ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടതിലെ 75% സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അതൊരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തണോ? അത് നമുക്ക് പറയാനുള്ളതാണ്. നിങ്ങൾക്ക് മലാല യൂസുഫ്സായിനെ അറിയോ? അറിയാം. റേച്ചൽ കൗറിനെ അറിയോ? മലാല യൂസുഫ്സായി എന്ന് കേട്ടവർ കൈപൊക്കുക. എവ്രിബഡി. ഇനി കൈ താഴ്ത്തി. റേച്ചൽ കൗറി എന്ന് കേട്ടവർ കൈപൊക്കുക. ഇല്ല, ഒരാളല്ല. ആരാ മോളെ? ഒന്ന് പറഞ്ഞു കൊടുത്താ. മൈക്ക് കൊടുത്തു. ഫലസ്തീനിൽ മരിച്ചൊരു പെണ്ണ്. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്തിനാ കൊല്ലപ്പെട്ടെന്നറിയോ? ഫലസ്തീനിലെ കുട്ടികളെയും ഫലസ്തീനിലെ അമ്മമാരെയും ഉമ്മമാരെയും വീടുകളൊക്കെ കൊല്ലുകയും വീടുകളൊക്കെ തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബുൾഡോസറിന് മുമ്പിൽ പോയിട്ട് റേച്ചൽ കൗറി എന്നുള്ള പേരുള്ള നിങ്ങളൊക്കെ പ്രായമുള്ളൊരു പെൺകുട്ടി ആ ബുൾഡോസറിൻ്റെ അവിടെ പട്ടാളക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് മനുഷ്യാവകാശ ലംഘനമാണ്, ഈ വീടുകളൊന്നും അങ്ങനെ തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇസ്രായേലി പട്ടാളക്കാർ ചെയ്തെന്താ അറിയോ? ആ ബുൾഡോസർ കയറ്റിയിട്ട് അവളെ കൊന്നു, ക്രഷ് ചെയ്ത് കൊന്നു. ഈ റേച്ചൽ കൗറിയെ നമ്മൾ ആരും കേട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ? മീഡിയ നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. മലാല യൂസുഫ്സായി നമ്മൾ കേട്ടു. കാരണം എന്താ? മീഡിയ പറഞ്ഞതാണ്. മീഡിയക്ക് അജണ്ടയുണ്ട്. മുസ്ലിം പുരുഷനെ എപ്പോഴും വില്ലനാക്കി നിർത്തണം. മലാല യൂസുഫ്സായിയെ എപ്പോഴെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ വില്ലൻ ആരാണ്? മുസ്ലിം പുരുഷനാണ്. കാരണം മലാല യൂസുഫ്സായി എങ്ങനെയാണ് ഫേമസ് ആയത്? സ്കൂളിലേക്ക് പോകുമ്പോൾ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് താലിബാൻ വെടിവെച്ചതാണ്. മുസ്ലിം സ്ത്രീ വിദ്യ അഭ്യസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെടിവെച്ചതാണ്. ആര് പറഞ്ഞു? മീഡിയ പറഞ്ഞു.
നമ്മൾ കണ്ടുണോ? എന്തുകൊണ്ട് റേച്ചൽ കൗറിനെ നമുക്കറിയില്ല? നമുക്ക് ശരിക്കും മലാലയല്ല നമുക്ക് അറിയേണ്ടത്, നമുക്ക് റേച്ചൽ കൗറിനെയാണ് അറിയേണ്ടത്. അപ്പം മലാല യൂസുഫ്സായി എന്നുള്ളത് വെസ്റ്റേൺ മീഡിയയുടെ, അമേരിക്കനിലെയും യൂറോപ്പിയയിലൊക്കെ മീഡിയയുടെ ഒരു പോസ്റ്റർ ഗേളാണ്. എപ്പോഴെല്ലാം മലാലയെ നോബൽ സമ്മാനം കൊടുത്തും മറ്റൊക്കെ ആദരിക്കുന്നു, അപ്പോഴെല്ലാം വില്ലനായി വരുന്നത് ആരാണ്? മുസ്ലിം പുരുഷനാണ്. ഈ അഫ്ഗാനിലേക്ക് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ഒരിക്കൽ പോയി. പോയ ബ്രിട്ടീഷ് ജേർണലിസ്റ്റിൻ്റെ പേര് യുവോൺ റിഡ്ലി എന്നാണ്. അഫ്ഗാനിലെ പുരുഷന്മാർ ബാർബറിക്കാണ്, അവർ വളരെ മോശമാണ്, വളരെ റൂഡാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണ് അവർ പോയത്. യുദ്ധം കവർ ചെയ്യാൻ വേണ്ടി പോയ മാധ്യമപ്രവർത്തകൻ യുവോൺ റിഡ്ലി. പക്ഷേ അവരെ തടവിലിട്ടപ്പോൾ അഫ്ഗാനിലെ പുരുഷന്മാരും സൈനികരും പട്ടാളക്കാരും ഒക്കെ അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. ഈ പെരുമാറ്റത്തിലെ മാന്യത കണ്ടിട്ട് യുവോൺ റിഡ്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് മുസ്ലിമായി. നിങ്ങൾ യുവോൺ റിഡ്ലിയെ കുറിച്ച് പഠിക്കണം, അവരുടെ പുസ്തകങ്ങൾ വായിക്കണം. പാകിസ്ഥാനിൽ വളരെ മോശപ്പെട്ട മുസ്ലിങ്ങളാണെന്നാണ് പറയൽ. ഫ്രം MTV to പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഫ്രം MTV to മെക്ക എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയില്ലേ ഇപ്പോൾ പുറത്തു പോയേ, അറിയോ? അദ്ദേഹത്തിൻ്റെ പഴയ ഫ്രണ്ടായിരുന്നു ക്രിസ്റ്റീന ബെക്കർ എന്ന് പറഞ്ഞിട്ട്. അവർ പാകിസ്ഥാനിലെ പുരുഷന്മാരെയൊക്കെ കുറിച്ച് അവിടുത്തെ നല്ല ആതിഥ്യ മര്യാദയൊക്കെ പുകഴ്ത്തിയിട്ട് പുസ്തകം എഴുതി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു മീഡിയ ഉണ്ട്. ആ മീഡിയ എപ്പോഴും ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്ത് തരും. അത് നമ്മൾ അപ്പടി വിശ്വസിക്കരുത്. സോറി, ഞാൻ കുറച്ച് അറിയാതെ അധികം പറഞ്ഞു പോയി. ഇനി ചോദ്യങ്ങളൊന്നുമില്ല. അസ്സലാമലൈക്കും. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഉസ്താദ് പറഞ്ഞു, ഒരു ഗേള് സെക്ഷൽ ഹറാസ്മെൻറ്റിൽ ആവുമ്പോൾ അതിൽ 1/3 എന്ന് വെച്ചാൽ ചെയ്യണ ആളിൽ 1/3 അത് കസിനാണെന്ന്. അപ്പോൾ എന്തുകൊണ്ട് ഒരു കസിനെ പറയാൻ കാരണം? അല്ലാണ്ട് വേറൊരെണ്ണം കൂടിയുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ മഹ്റമിനോട് അകൽച്ച വെക്കണോ? നമ്മുടെ മഹ്റം നമുക്ക് തൊടാന്നുണ്ട്. അപ്പോൾ നമ്മൾ മഹ്റമിനോട് അകൽച്ച വെക്കണം. മഹ്റമിനോട് നമ്മൾ അങ്ങനെ നിൽക്കണോ? കാരണം കസിനുണ്ടല്ലോ, കസിനിൽ പെടുമല്ലോ ഒരു മഹ്റം. ഹലോ അത് അവരെന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയണോ? അതായത് മോളെ പേരെന്താ? ആമിനാൻ്റെ എളാപ്പാൻ്റെ കുട്ടി കല്യാണം കഴിക്കാൻ പറ്റുമോ? മുറപ്പെണ്ണ് കേട്ടുണ്ടോ? അമ്മാവൻ്റെ മക്കൾ, അമ്മാവിൻ്റെയും മക്കൾ. ഇപ്പോൾ ആമിനാൻ്റെ ഉമ്മാൻ്റെ ഓഫാക്കി. ആമിനാൻ്റെ ഉമ്മാൻ്റെ ആങ്ങളയുടെ മോൻ, ആമിനയുടെ ഉമ്മായുടെ ആങ്ങളയുടെ മോൻ മഹ്റമാണോ? അല്ലേ? കസിനാണ്, നമ്മൾ വളരെ ക്ലോസ് ആണ്. പക്ഷേ അമ്മോൻ്റെയും അമ്മായിൻ്റെയും മക്കൾ തമ്മിൽ കല്യാണം നടക്കാറില്ലേ? ലവ് അഫെയർ ഇല്ലേ? ഇഷ്ടം പോലെ. പരിധിയിലധികം ക്ലോസ് ആയിട്ട് ഇടപെടരുത്, ആവശ്യത്തിന് ഇടപെട്ടാൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ആ സമയപരിമിതി കൊണ്ട് ഇനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതിയിട്ട് കൊടുക്കുക. നമ്മൾ ഉസ്താദിന് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ, നമ്മൾ ഓരോരുത്തരും നമുക്ക് മുന്നിൽ ഒരു ബാരിയർ വെക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ നമുക്ക് അത്രയും നമ്മളെ ഒരു പ്രോപ്പർ മുസ്ലിമായിട്ട് നമുക്ക് തന്നെ പിക്ചർ ചെയ്യാം. നമ്മൾ ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് നമുക്ക് തന്നെ ജീവിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മളിവിടെ സംസാരിച്ച് നമ്മുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് വളരെ ലളിതമായി സംസാരിച്ച് നമ്മുടെ റഷീദ് ഉസ്താദിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മളെ അടുത്തതായി മൊമൻറ്റോ കൈമാറ്റാൻ